ദൈവത്തിന്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 64-ാമത്തെ ക്ലാസ്സിലേക്കാണ് 2025 ഏപ്രിൽ മാസം 21-ാം തീയതി നാം കൂടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് 17-ാമത്തെ പൂർത്തീകരിച്ച യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അവൻ പ്രാർത്ഥിച്ച് ശിഷ്യന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കുറിച്ചാണ് നാം ചിന്തിച്ചത്. അവസാനമായി അവരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് അവന്റെ ലോകസ്ഥാപനത്തിന് മുമ്പുണ്ടായിരുന്ന മഹത്വം കാണേണ്ടതിന് അവൻ ഇരിക്കുന്നിടത്ത് അവന്റെ ശിഷ്യന്മാരും അവനെ സ്നേഹിക്കുന്നവരും ഇരിക്കണം എന്നുള്ളത് പറഞ്ഞാണ് കർത്താവ് ആ പ്രാർത്ഥന പൂർത്തീകരിച്ചിട്ട് പറഞ്ഞത്, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരുടെ ആകുവാനും ഞാൻ അവരുടെ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. കർത്താവ് പറഞ്ഞ് നിർത്തിയത് ആ സ്നേഹം ക്രിസ്തുവിന്റെ പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ സ്നേഹം ദൈവസഭയിലേക്കും അത് വെളിപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. ആ സ്നേഹമാണ് ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ ആ പുണ്യാഗ രക്തത്തിലൂടെ വെളിപ്പെടുത്തിയ യേശുവിന്റെ സ്നേഹം അവസാനത്തോടെ എല്ലാവരും സ്നേഹിച്ചു, ശത്രുക്കളെ സ്നേഹിച്ചു, ശുദ്ധമായിരുന്ന കാണിച്ചു കൊടുക്കേണ്ട യുവതയും അവസാനത്തോളം യേശു സ്നേഹിച്ച സ്നേഹം വലിയതായിരുന്നു. ആ സ്നേഹം, അതുപോലത്തെ സ്നേഹം, കളങ്കമറ്റ സ്നേഹം ഇതുവരെ ആരും ഭൂമിയിൽ സ്നേഹിച്ചിട്ടില്ല, ആർക്കും അതുപോലെ സ്നേഹിപ്പാനും കഴിയത്തില്ല എന്നതിനെ കുറിച്ച് കഴിഞ്ഞ നമ്മൾ ചിന്തിപ്പാനിടയാക്കും. അപ്പോൾ കർത്താവിന്റെ മഹത്വം കാണുവാൻ അത് നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെത്തുവോളും നമ്മുടെ ജീവിതത്തെ അനുഭവമായി തീരുവാൻ നാം ഇത് പഠിക്കുന്നതും വിശ്വസിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് അനുഭവമായി തീരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. കർത്താവിനോട് കൂടെ എത്തിച്ചേരുന്ന ആ സുദിനത്തിനായി നാം കാത്തിരിക്കുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് കഷ്ടം സഹിച്ച് നമ്മെ തേജസ്സിന്റെ മക്കളാക്കി തീർക്കുവാൻ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് കഷ്ടം സഹിച്ചത്. അതേക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി നാം തുറന്ന് ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ 1 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ പ്രകാരം ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി ഹെദ്രോൻ തോടിന് അക്കരയ്ക്ക് പോയി. അപ്പോൾ ഇത് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ യേശു പ്രാർത്ഥിച്ച ശേഷമായി, തന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒലിവുമലയിൽ താൻ പ്രാർത്ഥിച്ച ശേഷമായി യേശു ശിഷ്യന്മാരുമായി ഹെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു, അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരുടെ കൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. ഇവിടെ ഈ 18-ാമത്തെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ വളരെ സംക്ഷിപ്തമായിട്ട് യേശു ക്രിസ്തു ഈ ഒലിവുമലയിൽ നിന്ന് പുറപ്പെട്ട് പിതാവാം ദൈവസന്നിധിയിൽ തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷമായി അവൻ തന്റെ ശിഷ്യന്മാരുമായിട്ട് സഞ്ചരിക്കുന്ന അവസാനത്തെ യാത്രയാണ് ഒലിവുമലയിൽ നിന്ന് കെദ്രോൻ തോട്ടിനക്കരയുള്ള ഗെത്സമനയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, കർത്താവ് പ്രാർത്ഥനയിൽ ഒരു മലയിൽ കയറിയതിനു ശേഷമായി തനിക്ക് ബോധിച്ച 12 പേരെ വിളിച്ചവർക്ക് അപ്പോസ്തലന്മാരുടെ പേരിട്ട് വേർതിരിച്ചു. അന്ന് മുതൽ കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ അവസാനമായി അവന്റെ ശുശ്രൂഷയുടെ അവസാന യാത്രയാണ് ഈ കെദ്രോൻ തോട്ടിൽ അക്കരെ കടന്നുപോയി ഗെത്സമനയിലേക്ക് എത്തുന്നതിന് ശേഷമായി യേശു പിന്നീട് അവന്റെ ഇഷ്ടപ്രകാരമല്ല സഞ്ചരിച്ചത്. അവൻ പിടിക്കപ്പെട്ടു. പിന്നീട് ശിഷ്യന്മാർ ചെതറിപ്പോയി. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാന യാത്രയായിരുന്നു ഹെദ്രോൻ തോട് കടന്ന് ഗെത്സമനയിലേക്ക് പോയി എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹെദ്രോൻ തോടിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ ദൈവത്തെ, അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഡാർക്ക്നെസ്, ഇരുട്ടിന്റെ താഴ്വര, ഇരുളെന്നാണ് ഹെദ്രോൻ തോടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൊക്കെ യെരൂശലേം ദേവാലയം ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ആ ശുദ്ധീകരിച്ചു കഴിയുന്ന പൊടിയും അതുപോലെ കത്തിച്ചു കളയുന്ന മറ്റുള്ള മലിന വസ്തുക്കളും ബിംബങ്ങളും എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ഇട്ട് കളയുന്നത് ഈ ഹെദ്രോൻ തോട്ടിലാണ്. അതിന്റെ അഴുകി വെച്ചാണ് അവരത് അവിടെയാണ്, താഴ്വരയിലാണ് ഇട്ട് കളയുന്നത് എന്നാണ് നമുക്ക് പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വിശുദ്ധീകരിച്ച ദൈവാലയത്തിൽ ഉണ്ടായിരുന്ന മലിനതകളെല്ലാം നീക്കി അവർ ഹെദ്രോൻ തോട്ടിൽ ഇട്ട് കളയുന്നതിനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഈ ഹെദ്രോൻ തോട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് എന്റെ രാത്രിയിൽ ഞാൻ വേഗത്തിലൊന്ന് സംസാരിച്ചതിന്റെ തുടർഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഹെദ്രോൻ തോട് ഇതിനെ കാണിക്കുന്നു. ഗെത്സമന എന്നുള്ളത് ഒലിവ് പ്രസ് അഥവാ
ആ, ഒലിവ് എണ്ണ ഉണ്ടാക്കിയെടുക്കുന്ന പ്രസ് അല്ലെങ്കിൽ ഇടിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ് ഗസമന എന്ന പേരിന്റെ അർത്ഥം. അപ്പോൾ ഈ ഗസമന തോട്ടത്തിലേക്ക് എത്തുമ്പോൾ യെരുശലേം ദേവാലയത്തിന്റെ കിഴക്ക് വശത്തുള്ള ഭാഗമാണ് കെദ്രോൻ റോഡ് ഉൾപ്പെടെയുള്ള കെദ്രോൻ വാലി, കെദ്രോൻ താഴ്വഴി എന്നറിയപ്പെടുന്നത്. അത് ബെഥാനിലേക്ക് പോകുന്ന വഴിയും എരിഹോവിലേക്ക് പോകുന്ന വഴിയോടൊക്കെ ബന്ധത്തിൽ ഈ കെദ്രോൻ താഴ്വര നിൽക്കുന്നു. ഇതിനെ കെദ്രോൻ വാലിയാണ്, കെദ്രോൻ താഴ്വരയാണ്, യഹോശാബാദ് താഴ്വരയെന്നും വീതിയുടെ താഴ്വരയെന്നും തീരുമാനമെടുക്കുന്ന സ്ഥലമെന്നൊക്കെ പറയുന്ന സ്ഥലമെന്നാണ് ചരിത്രപരമായി രേഖപ്പെടുത്തിയത്. അപ്പോൾ യഹോശാബാദ് താഴ്വര യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന വിധിയുടെ താഴ്വരയിൽ അനേക സഹസ്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയാണ് ആ വിധിയുടെ താഴ്വര ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഈ കെദ്രോൻ താഴ്വരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇരുൾ നിറഞ്ഞതാണ്. അപ്പോൾ അത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇരുൾ നിറഞ്ഞതാണെങ്കിൽ യേശുക്രിസ്തു അതിലൂടെ കടന്നുപോയി. താൻ പല പ്രാവശ്യമോടെ പോയിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ തന്റെ അവസാന യാത്ര ഇരുളാകുന്ന ലോകത്തെ വെളിച്ചമാക്കുവാൻ വേണ്ടി യേശു ഗത്സമന എന്ന തോട്ടത്തിലേക്ക് പ്രവേശിപ്പാനിടയായിട്ടുണ്ട്. നമുക്ക് പുറപ്പാട് 27-20 വാക്യം വായിക്കുമ്പോൾ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ദൈവാലയത്തിൽ കൊണ്ടുവരണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നതിന് കിഴക്ക് ഭാഗത്തുള്ള കെദ്രോൻ താഴ്വര തോട് കഴിഞ്ഞ് അതിനോടൊരു ഭാഗത്ത് ഒലിവുമലയുടെ ചരിവിൽ ആ ഭാഗത്തോടുള്ള ബന്ധത്തിലുള്ള ഗത്സമന തോട്ടത്തിൽ യേശു എത്തുവാൻ കാരണം അവിടെ താൻ ശരിയായ രീതിയിൽ തൻ്റെ ഇടിച്ചെടുക്കപ്പെടുകയാണ്. താൻ അവിടെ ലോകത്തെ വെളിച്ചമാക്കി തീർക്കുവാൻ വേണ്ടി, ഇരുൾ മാറ്റുവാൻ വേണ്ടി യേശു കർത്താവോടെ തന്നെത്താൻ ഇടിച്ചെടുക്കപ്പെടുകയാണ്. ആ എണ്ണയാണ് നിരന്തരമായി കത്തുന്ന വിളക്കായി മാറിയത്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വിളക്കാകും, ലോകത്തിന്റെ വെളിച്ചമാകും എന്നുള്ളത്. അപ്പോൾ ദൈവസഭ പ്രകാശിക്കണമെങ്കിൽ, ദൈവസഭയാകുന്ന വിളക്ക് കത്തണമെങ്കിൽ, പ്രകാശിക്കണമെങ്കിൽ അതിന് എണ്ണയായി രൂപാന്തരപ്പെട്ടത് ഒലിവ് എണ്ണയായിരുന്നില്ല. യെരുശലേം ദേവാലയത്തിൽ നിഴലായി കത്തിക്കൊണ്ടിരുന്നത് ഒലിവ് എണ്ണയായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ആകുന്ന ആ പരിശുദ്ധനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അവന്റെ ശരീരമാകുന്ന അവൻ വേദനയിലൂടെ കഷ്ടതയിലൂടെ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ച് ഇടിച്ചെടുത്ത ആ തെളിവുള്ള ഒലിവെണ്ണയാണ്, ആ എണ്ണയാണ് ദൈവമക്കളുടെ വെളിച്ചമായി തീരുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവ് ഗത്സമനയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെന്നാൽ ആ പ്രാർത്ഥനയുടെ ഭാഗത്തെക്കുറിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വേർപ്പുതുള്ളി പോലെ കർത്താവിന്റെ രക്തത്തുള്ളികൾ, വേർപ്പുതുള്ളിക്ക് പകരമായി രക്തത്തുള്ളികൾ അവിടെ വീണു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏത് വാക്യമാണ്? പുറപ്പാട് പുസ്തകം 27-20 വാക്യമാണ്. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ അവിടെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതിനെ കുറിച്ചോ അവൻ അവിടെ അനുഭവിച്ച വേദനയെ കുറിച്ചോ വ്യാകുലപ്പെട്ടതിനെ കുറിച്ചോ ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ള സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന കൊണ്ടാണ് എഴുതാതിരിക്കുന്നത്. എന്നാൽ കെദ്രോൻ തോട്ടിന് അക്കരെ വെച്ച് ഉള്ള കെദ്രോൻ തോട് കഴിഞ്ഞ് ഗത്സമനയാകുന്ന ആ സ്ഥലത്ത് വെച്ച് യേശു കർത്താവ് അനുഭവിച്ചത് വലിയ കഷ്ടതയിലൂടെ. അവൻ വളരെ പ്രാർത്ഥിച്ച്, അതുവരെയും പ്രാർത്ഥിച്ചത് പരസ്യമായി സ്വന്തത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചെങ്കിൽ ഗത്സമനയിലെത്തി യേശു സ്വയമായിട്ട് അവൻ തന്നെ അവൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവസാനമായിരിക്കുന്ന യാഗമായി തീരുവാൻ വേണ്ടി അവൻ തന്നെത്താൻ ഇടിച്ചെടുക്കപ്പെടുകയാണ്. വെളിച്ചമായ ലോകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് വിളക്ക് കത്തണമെങ്കിൽ യേശു തകരപ്പെടണമായിരുന്നു, അവൻ പിഴിഞ്ഞെടുക്കപ്പെടണമായിരുന്നു. ആ ഒരു പ്രാർത്ഥനയാണ് കർത്താവ് ഗത്സമനയിൽ നടത്തുന്നത്. ലൂക്കോസിൽ സുവിശേഷം അതിന്റെ 22-ാം അധ്യായം 39 വാക്യങ്ങൾ വായിക്കുന്നത്. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് അഥവാ ഗത്സമനയിലെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണമെങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു. അവരോട്,
നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എന്ന് പറയും. അപ്പോൾ കർത്താവ് എന്റെ പ്രാർത്ഥനയെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഭാഗം ഞാൻ ഇന്ന് രാത്രി കൂടെ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവന്റെ ആ പ്രാർത്ഥനയിൽ അവന്റെ വേർപ്പ് തുള്ളി ചോരത്തുള്ളി പോലെയായി, വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അപ്പോൾ ഹൃദയം ഒരുങ്ങി പ്രാർത്ഥിക്കും. നമുക്കറിയാം, കണ്ണുനീർ വരണമെങ്കിൽ ഹൃദയം തകരണം, കണ്ണുനീർ വരണമെങ്കിൽ. എന്നാൽ ഒരു മനുഷ്യന്റെ വേർപ്പ് തുള്ളി ചോരയായി രക്തമായും മാറണമെങ്കിൽ ഹൃദയം തകർന്ന് അത് അത്രമാത്രം കഠിന വേദന അനുഭവിക്കുന്ന സമയത്താണ് ആ ഹൃദയത്തിൽ നിന്നുള്ള രക്തത്തിന്റെ ആ രോമകൂപങ്ങളോട് വെളിപ്പെടുന്നത്. അത്രമാത്രം പ്രഷർ, അത്രമാത്രം ഒരു സംഘർഷം യേശു അനുഭവിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്ന് രാത്രി ഇത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സാധാരണ പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ വാക്കുകൊണ്ടും ഒക്കെയുള്ള പ്രാർത്ഥനയാണെങ്കിൽ, യേശു പ്രാർത്ഥിച്ചത് വാക്കുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമായി അവന്റെ ഹൃദയം തകർന്ന ആ രോമകൂപങ്ങളിൽ, നമുക്കറിയാം കഷ്ടപ്പെടുമ്പോഴാണ് സാധാരണ വിയർപ്പ് വരുന്നത്. നമ്മളധികം കഷ്ടപ്പെടുമ്പോഴാണ് വിയർപ്പ് ശരീരത്തിന്റെ രോമകൂപങ്ങളിലൂടെ അല്ലെങ്കിൽ വിയർപ്പ് വിയർക്കുന്നത് നല്ല ഉഷ്ണം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പെടുമ്പോഴാണ് വിയർപ്പ് വരുന്നത്. പക്ഷെ എന്നാൽ ഇവിടെ യേശു കർത്താവ് കഷ്ടപ്പെടുന്നു, പുറമെ കഷ്ടപ്പെടുകയല്ല ചെയ്തത്, പക്ഷെ അവന്റെ ഉള്ളിൽ അത്രമാത്രം ഭാരം വഹിച്ചു. അതിന്റെ കാരണം മനുഷ്യനാകുന്ന ഇരുൾ നിറഞ്ഞ മനുഷ്യനെ വെളിച്ചമാക്കുവാൻ വേണ്ടി യേശു മനുഷ്യന്റെ പാപം മുഴുവനും ശരീരത്തിൽ വഹിച്ചു. അവൻ ആ പ്രാർത്ഥനയിൽ, ആ ഗെത്സമനയിൽ വെച്ച് അത് മുഴുവൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സകല മനുഷ്യന്റെയും ഇരുള്, സകല മനുഷ്യന്റെയും പാപം യേശു തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ആ ഭാരം മുഴുവനും യേശു വഹിച്ചപ്പോൾ അവന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് പുറത്തു വന്നത് അത് രക്തത്തുള്ളികളായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് സഹിച്ച വേദന എത്ര വലുതാണെന്ന് എങ്ങനെ പഠിപ്പിച്ചാലും കഴിയത്തില്ല, തീർക്കാൻ കഴിയത്തില്ല. കാരണം ലോകത്തുള്ള സകല മനുഷ്യന്റെ വേദനകളും ഭാരങ്ങളും പാവങ്ങളും എല്ലാം യേശു വഹിച്ചെന്ന് പറയുമ്പോൾ നമുക്കത് ഒരൊറ്റ വാക്കിൽ പറയാൻ കഴിയും. പക്ഷെ യേശു അനുഭവിച്ച വേദന എത്ര വലുതാണെന്ന് അത് ഒരു വാക്ക് കൊണ്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയത്തില്ല. നമുക്കറിയാം, നമ്മുടെ തലവേദന നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം വേദന കാണും. നമ്മുടെ തലവേദന എങ്ങനെ 10 പേരുടെ തലവേദന ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും രോഗം, ക്യാൻസർ ബാധിതരുടെ എല്ലാ മനുഷ്യന്റെയും രോഗം, വരാനുള്ള സകല മനുഷ്യന്റെയും പാപം, ഇതുവരെയുള്ള സകലതും യേശു തന്റെ ശരീരത്തിന്മേൽ വഹിച്ചപ്പോൾ അവൻ അനുഭവിച്ചത് വളരെ വ്യതയായിരുന്നു, വളരെ കഷ്ടം. അതുകൊണ്ടാണ് അവന്റെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി പൊടിഞ്ഞു വീഴുവാനിടയാക്കുന്നത്. അപ്പോൾ ഗെത്സമനയിൽ യേശുവിന്റെ രക്തത്തുള്ളികൾ വീണതാണ്. അവിടെ വീണു തുടങ്ങിയ രക്തത്തുള്ളികൾ കാൽവറിയിൽ അവന്റെ ഹൃദയത്തിന്റെ അവസാന ഭാഗത്തുണ്ടായിരുന്ന ആ അവസാനത്തിലുള്ള രക്തവും പടയാളി കുന്തം കൊണ്ട് കുത്തി വിലാപ്പുറത്ത് കുത്തി അത് തുളച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ മനുഷ്യപാപത്തിന് വേണ്ടി പരിഹാരമായി ഊറ്റിത്തരുവാൻ ഇടയായിത്തീർന്നു. ആ പുണ്യാക രക്തത്തിന്റെ ശക്തി കൊണ്ടാണ് നാം ശുദ്ധരായിത്തീർന്നത്. അപ്പോൾ ഗെത്സമനയിൽ വേർപ്പ് തുള്ളികൾ പോലെ യേശുവിന്റെ രക്തം പൊഴിയുവാൻ തുടങ്ങിയത് അവൻ ഭാരം വഹിക്കുവാൻ തുടങ്ങിയപ്പോഴാണ്, മനുഷ്യന്റെ പാപത്തെ വഹിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അവൻ മനുഷ്യന്റെ പാപത്തെ വഹിച്ചുകൊണ്ട്, ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറിയപ്പോൾ, അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമാറ്റുന്നപ്പോൾ യേശുവിന്റെ രക്തം ഓരോ തുള്ളി തുള്ളിയായി തലയിലൂടെയും അവന്റെ ശരീരത്തിലൂടെ എല്ലാം മുറിവിലൂടെയും വന്ന അവസാനമായി ആ ഹൃദയത്തിന്റെ അവസാനം ഉണ്ടായിരുന്ന ആ രക്തം കൂടി അത് ഊറ്റപ്പെടുവാനിടയാക്കുന്നു. യേശുവിന്റെ മരണം ഒരിക്കലും ഹൃദയം സ്തംഭിച്ച് മരിക്കുകയല്ല കർത്താവ് ചെയ്തത്. അവന്റെ ശരീരത്തിൽ രക്തമില്ലാതെ അത് നിന്നുപോയി. നമുക്കറിയാം, കിണറ്റിൽ വെച്ചിരിക്കുന്ന മോട്ടറൊക്കെ, ആ മോട്ടറൊക്കെ മോട്ടർ കേടായി പോകുന്നത് അതിന്റെ കറണ്ട് ഇല്ലാതെ വെള്ളമുണ്ടെങ്കിൽ അത് കേടാകുന്നത് കൊണ്ടാണ്. എന്നാൽ ക്രിസ്തുവിന്റെ മരണം സംഭവിച്ചത് അങ്ങനെ അവന്റെ ഹൃദയത്തിന് തകരാർ സംഭവിച്ചിട്ടല്ല, അവനിലൂടെ ഒഴുകാനുള്ള രക്തമില്ലാതെ വന്നപ്പോൾ അത് നിന്നു പോകുകയാണ് ചെയ്തത്. അവന്റെ ഹൃദയം അതേ അവസാന തുള്ളി രക്തം വരെ മനുഷ്യ രക്തത്തിന് വേണ്ടി തന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിന് പിന്നീട് പ്രവർത്തിപ്പാനില്ലാതെ അവിടെ കൊണ്ട് അവൻ അവസ്ഥമിക്കുകയാണ് ചെയ്തെന്നാൽ ഇന്ന് രാത്രിയിൽ ആ രക്തത്തിലൂടെ ഒഴുകി അതിൽ നിന്ന് ജന്മമെടുത്ത ആ എത്രയോ കോടിക്കണക്കിന് വിശുദ്ധന്മാർ രാത്രിയിൽ പ്രകാശിതമായി തീർന്നിട്ടുണ്ട്. ലോകത്തിന്റെ വെളിച്ചമായി തീരുവാൻ വേണ്ടി
യേശു ഗത്സമയിൽ അനുഭവിച്ച വേദന ഇന്ന് രാത്രി നാം നോക്കുമ്പോൾ പ്രിയപ്പെട്ട അതുവരെയും ശിഷ്യന്മാരുടെ കൂടെ യേശു തന്റെ ശുശ്രൂഷയിൽ ആയിരുന്നെങ്കിൽ അവസാനമായി ശിഷ്യന്മാരുമായി കടന്നത് ഗത്സമയിലായിരുന്നു. അവിടെ അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ വിഷാത്ത ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് പരീക്ഷ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവര് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന യൂത ഉൾപ്പെടെയുള്ള സംഘം അവിടേക്ക് എത്തുന്നതെന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ യേശുവിന്റെ പ്രാർത്ഥന എത്ര വലുതായിരുന്നു എന്നുള്ളത് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഇവിടെ പറയുന്നത് നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്ന പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അതിശ്രദ്ധയോടെ അവൻ പ്രാർത്ഥിച്ചത് നമ്മെ വിടുവിക്കാൻ വേണ്ടിയാണ്. അവൻ ആ കഷ്ടം സഹിക്കാൻ വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. സമയമായോ എന്നുള്ളത് പിതാവിനോട് ചോദിച്ച് അതിന്റെ സമയമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിന്റെ ഇഷ്ടം നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ സമർപ്പിക്കപ്പെടുവാൻ എത്തുന്ന പ്രാണവേദനയിലായി. യേശു ഗത്സമനയിൽ അവന്റെ പ്രാണവേദനയിലായെങ്കിൽ അവന്റെ പ്രാണൻ വിട്ടത് കാൽവറിയിലാണ്. അപ്പോൾ ആ നിമിഷം മുതൽ യേശു മരണവേദനയിൽ പ്രാണവേദനയിൽ ആയിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വേർപ്പ് അത് രക്തത്തുള്ളികളായി വീഴുവാനിടയെത്തുന്നു. അത്രമാത്രം കഠിനമേറിയ ആ ഭാരം ഉള്ളിൽ വഹിച്ചുകൊണ്ട്, അവന്റെ ഉള്ളിൽ വേദനയും ഭാരവും വഹിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന് വേണ്ടി അവൻ വഹിക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തെ മുഴുവൻ ശരീരത്തിലാണ് വഹിച്ചത്. അപ്പോൾ ഉള്ളിൽ ആ പിതാവാം ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം നിമിത്തം അവൻ അത് മുഴുവനും നമുക്ക് വേണ്ടി അവൻ പാപമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയെത്തുന്നു. അതാണ് ഇവിടെ ഗത്സമനയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഗത്സമനയിൽ നിന്ന് യേശുവിനെ പിടിക്കണമെന്നുള്ളത്, അവൻ അവിടെ വെച്ച് അവൻ തകർക്കപ്പെടണമെന്നുള്ളത്, അവിടെ അവൻ മുഖാന്തരമായി ലോകത്തെ വെളിച്ചമാക്കുന്ന ആ വെളിച്ചം അവിടെ പ്രകാശിതമായി തീരുവാൻ ക്രിസ്തുവിന്റെ രക്തം ഒഴുകപ്പെടുവാൻ തുടങ്ങിയതാണ് ദൈവജനത്തിന്റെ ദൈവമക്കളുടെ ലോകത്തിന്റെ വെളിച്ചമായിട്ട് വന്നത്. ലോകത്തെ വെളിച്ചമാക്കണമെങ്കിൽ, ലോകത്തിന്റെ പാപം മാറണമെങ്കിൽ, ഇരുൾ മാറണമെങ്കിൽ, ഹെത്രോൻ താഴ്വരയുടെ ഇരുൾ മാറണമെങ്കിൽ യേശു ഗത്സമനയിൽ പ്രാർത്ഥിക്കണമായിരുന്നു. അവൻ വെളിച്ചമായി തീരുവാൻ വേണ്ടി രക്തമൂറ്റി തന്നെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപമായിരിക്കുന്ന ആ അശുദ്ധി മാറുവാൻ. ഇന്നു രാത്രിയിൽ ദൈവമക്കളെ യെരൂശലേം ദേവാലയത്തിലെ സകല ശുദ്ധിയും നഗരത്തിലെ സകല ശുദ്ധിയും കൊണ്ടിടുന്നത് ഹെത്രോൻ തോട്ടിലായിരുന്നെങ്കിൽ മനുഷ്യവംശത്തിന്റെ മുഴുവൻ പാപത്തെയും യേശു അത് വഹിപ്പാനിടയെത്തുന്നു. മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ ഭാഗമാണ് ഗത്സമനയിൽ തുടങ്ങിയത്. അവിടെ തുടങ്ങിയ ശുശ്രൂഷ യേശു കാൽവറിയിൽ അവസാനിപ്പിക്കുവാൻ ഇടയെത്തുന്നു. അപ്പോൾ ഇവിടെ ആ തുടക്കമിടുന്നത് മുതലാണ് കുഞ്ഞാടിന്റെ രക്തം അവിടെ വീഴുവാൻ വേർപ്പായി ഒഴുകി മനുഷ്യനെ സൃഷ്ടിക്കുവാൻ എടുത്ത മണ്ണാകുന്ന ആ ദേശത്ത് വീഴുവാൻ ഇടയാക്കുന്നപ്പോൾ മനുഷ്യപാപത്തിന്റെ പരിഹാരമായി തീരുവാനുള്ള കുഞ്ഞാൻ രക്തം ഒഴുക്കപ്പെടുവാൻ ഇടയാക്കുന്നു. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവന്റെ രക്തം മുഖാന്തരമാണ് ശുദ്ധീകരണമുള്ളത്. ഇരുൾ മാറണമെങ്കിൽ, വെളിച്ചമാകണമെങ്കിൽ മറ്റൊരു മാർഗമില്ല. യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണമല്ലാതെ ആർക്കും വെളിച്ചമായി തീരുവാൻ കഴിയത്തില്ല. രാത്രി നമുക്ക് പറയാൻ സാധിക്കും, അത് അവന്റെ രക്തം ആണ് നമ്മുടെ സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിച്ചത്. അവന്റെ പുത്രനായ ദൈവപുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നാം വെളിച്ചമുള്ളവരായി തീരും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ നമ്മളെ ലോകത്തിന്റെ വെളിച്ചമാക്കി തീർക്കുവാൻ സാക്ഷാൽ വെളിച്ചമായിരുന്ന ആ സത്യ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു അവൻ കഷ്ടം സഹിച്ച് അവന്റെ പ്രാണൻ നമുക്ക് വേണ്ടി അകൃത്യയാഗമായി ഒഴുക്കി തരുവാൻ തുടങ്ങിയത് ഗത്സമനയിൽ തുടങ്ങി. അവിടെ മുതലാണ് മനുഷ്യന്റെ വെളിച്ചം ഉദിക്കുവാൻ തുടങ്ങിയത് എന്ന് രാത്രിയിൽ യേശു മുഖാന്തരമുള്ള വെളിച്ചം നമ്മൾ വ്യാപരിപ്പാൻ തുടങ്ങിയത് ഗത്സമനയിൽ അവൻ ഇടിച്ചെടുത്ത ഒളിവെണ്ണ പോലെ അവൻ ആയിത്തീരുവാൻ ഇടയെത്തുന്നു. അവിടുന്ന് ആ എണ്ണ മുഖാന്തരമായി വിളക്ക് നിരന്തരം കത്തുവാൻ ഇടയെത്തുന്നെങ്കിൽ, യെരൂശലേം ദേവാലയത്തിന്റെ ആ വിളക്കുകൾ കത്തണമെങ്കിൽ, ഈ ഇടിച്ചെടുത്ത് ഒലിവെണ്ണ വേണമെങ്കിൽ, മനുഷ്യന്റെ പാപം നീങ്ങി അവനെ ശുദ്ധമാക്കി വെളിച്ചമാക്കി അവനെ തീർക്കണമെങ്കിൽ
കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തിൽ അനേകര് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. നമുക്ക് ഗെദ്രോൻ തോടും ഗെത്സമന തോട്ടത്തെയും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് അല്പമായി ചിന്തിച്ചെടുക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് സാധിക്കും. 18-ാം അധ്യായം എന്റെ 3 വാക്യങ്ങൾ വായിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീവപ്പെട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നെന്ന് അവരോട് ചോദിച്ചു. നസ്രയനായ യേശുവിനെ എന്നവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. ഇവിടെ യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അവനറിയാമായിരുന്നു യേശു അവസാനമായി എത്തുന്നത് ഗെത്സമനയിലാണെന്ന്. പല പ്രാവശ്യം അവിടെ പോയി യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യേശു പോയി പ്രാർത്ഥിക്കുന്ന ആ സ്ഥലം അറിയാതിരുന്നത് കൊണ്ട് അവിടേക്കാണ് യൂദ പട്ടാളത്തെ നയിച്ചുകൊണ്ട് വരുന്നത്. കാരണം യേശു എവിടെയായിരിക്കും എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന വ്യക്തിയായിരുന്നു യൂദ. കാരണം കർത്താവിന്റെ യാത്രകളെ കുറിച്ച് അവൻ രഹസ്യമായിട്ട് ഒരു കാര്യം നടത്തിയിട്ടില്ല. കർത്താവ് രഹസ്യമായി ഒളിക്കാൻ പരിശ്രമിച്ചിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവനെ പിടിക്കാൻ ആർക്കും കഴിയത്തില്ലായിരുന്നു. എന്നാൽ അവൻ പിടിക്കപ്പെടണമെന്നുള്ളതും അത് ഗെത്സമനയിൽ വെച്ച് ആ ഓയിൽ പ്രസ് അഥവാ എണ്ണ പിഴിഞ്ഞെടുക്കുന്ന ആ വിളക്കായി തീരേണ്ട, വിളക്ക് ശോഭിക്കേണ്ട സ്ഥലത്ത് തന്നെ ആയിരിക്കണമെന്നുള്ളതും ദൈവനിശ്ചയമായിരുന്നു. അതുകൊണ്ടാണ് ഇരുളായിരിക്കുന്ന ഹെദ്രോൻ തോട്, ഡാർക്ക്നെസ് ആയിരിക്കുന്ന ഹെദ്രോൻ താഴ്വരയിൽ നിന്ന് ഗെത്സമനയിലേക്ക് യേശു പ്രവേശിച്ചത്. ആ സ്ഥലത്ത് യൂദയ്ക്കറിയാമായിരുന്നു. യേശു പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അത് അവിടെ എത്തുവാനിടയത്ത്. അവിടെ മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരും പട്ടാളക്കാരെയും കൂട്ടിക്കൊണ്ടുവന്ന് തീവട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. അപ്പോൾ രാത്രിയായി, സന്ധ്യയായി എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് വന്ന് യേശുവിനെ പിടിച്ചു കൊണ്ടുപോകത്തക്കവണ്ണം അവൻ എവിടെയാകുന്നു എന്നുള്ളത് അറിയാമായിരുന്ന യൂദ അവർക്ക് വഴികാട്ടിയായി മുൻപിൽ നിൽക്കുവാനിടയായി തീർന്നു. അതേക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ്. 1-ാം അധ്യായത്തില് അപ്പോസ്തലൻ പറയുകയാണ്, യൂദ അവസാനം ചെയ്ത ശുശ്രൂഷ യേശുവിൻ ദൈവമക്കൾ വെളിച്ചമാകുന്നവർ യേശുവിന് വഴികാട്ടിയായി അവർ അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുകയായിരുന്നെങ്കിൽ യൂദ ചെയ്ത അവസാനത്തെ ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ അവൻ വഴികാട്ടി യേശുവിനെ പിടിക്കുവാൻ തീർന്ന ഇരുളായി മാറുവാനിടയെത്തും. അവൻ ഇരുളായി കഴിഞ്ഞപ്പോൾ യേശുവിനെ പിടിച്ചു കൊടുക്കത്തക്കവണ്ണമുള്ള ആ ഇരുളിന്റെ പ്രവൃത്തിയാണ് അവൻ ചെയ്തെങ്കിൽ ദൈവമക്കളെ നമ്മൾ കർത്താവിനെ അനേകരെ കർത്താവിന് കാണിച്ചു കൊടുക്കുന്ന വെളിച്ചങ്ങളായി തീരുവാൻ കർത്താവ് നമ്മെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഞങ്ങളുടെ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളാണ്. അതിന്റെ 16-ാമത്തെ വാക്യം, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിൽ നിവൃത്തിയാവാൻ ആവശ്യമായിരുന്നു. അപ്പോൾ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദ. അപ്പം പത്രോസിന് ഇത് നന്നായി അറിയാം. അവൻ അനുഭവിച്ചതാണ്, കണ്ടത് മാത്രമല്ല അനുഭവിച്ചതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ പിടിക്കുന്നതിനെ കുറിച്ചും പത്രോസും യാക്കോബും യോഹന്നാനും അവര് 3 പേരും യേശുവിന്റെ കൂടെ ഉള്ളിൽ പോയി കുറെ ദൂരം മറ്റുള്ള 8 പേരിൽ നിന്ന് മാറി ദൂരെ പ്രാർത്ഥിച്ചതിനെ കുറിച്ചും അതിനുശേഷമായി അവരും 3-4 പേരും കൂടി ഇറങ്ങി വരുന്നതിനെ കുറിച്ചും ഒക്കെ മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ പത്രോസിന് അന്ന് നടന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചും നല്ല ആത്മവീക്ഷണമുണ്ട്, നല്ല കാഴ്ചപ്പാട്. അതുകൊണ്ട് പറയാണ്, ദൈവാത്മാവ് മുന്നമേ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഇവിടെ പറയുകയാണ്, അവൻ വാസ്തവത്തിൽ ചെയ്തത് യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്നു. അപ്പോൾ അവൻ ചെയ്ത അവസാന ശുശ്രൂഷ, യൂദ ചെയ്ത അവസാനത്തെ ശുശ്രൂഷ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീരുവാൻ വേണ്ടിയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റു ശിഷ്യന്മാർ അങ്ങനെ വഴികാട്ടിയല്ല ചെയ്തത്. അവർ യേശു മുഖാന്തരം സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടി അനേകർക്ക് വഴിയായി തീരുവാനിടയായിരുന്നു. അപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ, ദൈവമക്കൾ എല്ലാവരും യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കുള്ള വഴിയായി തീരുവാൻ വേണ്ടി ആ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാണെങ്കിൽ ഇവിടെ യൂദ ചെയ്തത്
ആ വഴിയും സത്യവും ജീവനുമായിരിക്കുന്നവനെ പിടിച്ചു കെട്ടി അവരെ അവന്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് യൂദ അവസാനത്തെ ശുശ്രൂഷ ചെയ്തത്. അതോടുകൂടി അവന്റെ ശുശ്രൂഷ തീർന്നു. പിന്നീട് അവൻ ഒന്നും തന്നെ ശുശ്രൂഷയിൽ അവൻ കെട്ടുഞാൻ ചത്തതിനെ കുറിച്ചാണ് പിന്നീട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യൂദയുടെ ശുശ്രൂഷ അവസാനത്തേത് യേശുവിനെ പിടിച്ചു കെട്ടി അവർക്ക് വഴികാട്ടിയായി തീരുക എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുന്നത്. അപ്പൊ ഇവിടെ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 47 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കുറച്ചും കൂടെ അതിന്റെ ആധികാരികത കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കമ്പാരിസൺ സ്റ്റഡി ഇവിടെ നടത്തുന്നില്ല, 4 സുവിശേഷങ്ങളെയും എടുത്തു വെച്ചുള്ള പഠനമല്ല. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ എടുത്ത് കാണിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില വ്യത്യസ്തമായിരിക്കുന്ന ചില കാര്യം. ഇപ്പൊ യേശുവിന്റെ പ്രാർത്ഥന, ഗെത്സമനേൽ പ്രാർത്ഥനയെ കുറിച്ച് യോഹന്നാൻ ഒന്നും എഴുതിയിട്ടില്ല. കാരണം മത്തായി, മർക്കോസും ലൂക്കോസും ഒക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ അത് തൊടാതെ അവൻ യൂദ വഴി കാണിച്ചു കൊടുത്ത് അവനെ പിടിക്കുവാൻ വേണ്ടി വന്നതിനെ കുറിച്ചുള്ള നേരിട്ടുള്ള എഴുത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ രേഖപ്പെടുന്നാൽ 22-ാം അധ്യായത്തില് ലൂക്കോസ് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരൊക്കെയാണ് വന്നത് എന്നുള്ളത് 49 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47 മുതൽ അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരും 12 ഒരുവനായ യൂദ അവർക്ക് മുൻ നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു. ഈ പട്ടാളക്കാർക്കും മഹാപുരോഹിതന്മാർക്കും ചേവകർക്കും പരീശന്മാർക്കും മുമ്പിൽ നടക്കുന്നത് യൂദയായിരുന്നു. യൂദ അവരുടെ ലീഡറായി തീർന്നു. അവൻ നേതൃത്വം ഏറ്റെടുത്തു. യേശുവിനെ പിടിക്കുവാൻ വേണ്ടിയുള്ള നേതൃത്വം വഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അവനാണ് മുമ്പിൽ നിന്നത്. അന്ന് വരെയും യേശുവിനെ സ്നേഹിച്ചിരുന്നു. അവൻ യേശു മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് യേശു അവിടെയും ഈ യൂദയെ സ്നേഹിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ നമ്മൾ ചിന്തിപ്പാഴ. യേശു അവനോട് യൂദയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്ന അവന്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവെ ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനായ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞു അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. 52-ാം വാക്യം, യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളുപടിയുമായി പുറപ്പെട്ടു വന്നുവോ ഞാൻ ദിവസേന. ഇപ്പോൾ ഇവിടെ ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി ആയുധങ്ങളുമായിട്ടാണ് പറഞ്ഞിരിക്കുമ്പോൾ ആരൊക്കെ വന്നു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെ വന്നത്? മഹാപുരോഹിതന്മാര്, അതുപോലെ തന്നെ ദേവാലയത്തിലെ പടനായകന്മാര്, മൂപ്പന്മാര്, അങ്ങനെ റോമൻ പട്ടാളത്തിലെ ആൾക്കാര്, ചേവകര്, ഇങ്ങനെ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു സമൂഹമാണ് യേശുവിനെ പിടിക്കുവാൻ വേണ്ടി ഈ ഗത്സമനയിലേക്ക് വരുവാനിടയാത്ത തീവട്ടി പന്തങ്ങളും ഒക്കെ ആയിട്ട് ഇവര് വരുമ്പോൾ അതിന് മുമ്പിൽ നടക്കുന്നത് യൂദയായിരുന്നു. അതുവരെയും യേശുവിനോട് കൂടെ നടന്ന, യേശുവിന്റെ പിമ്പിൽ നടന്ന യൂദ ഇപ്പോൾ ആ യേശുവിനെ കെട്ടിക്കൊണ്ടുപോകാൻ വരുന്നവർക്ക് മുമ്പിൽ നടക്കുവാനിടയെത്തുന്നു. ഈ ലോകത്തിൽ പല സ്ഥാനങ്ങളും മുമ്പിൽ നടക്കുവാൻ സാധിക്കും കേട്ടോ, പലതും മുമ്പിൽ കൊണ്ടുവരുവാൻ ഏറ്റെടുക്കുവാൻ കഴിയും. പക്ഷേ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തുള്ളൊരു സ്ഥാനമല്ല നമുക്ക് വേണ്ടിയത്. യൂദയ്ക്ക് ആവശ്യമായിരുന്നത് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പിൻപെയാണ് നാം ഗമിക്കേണ്ടത്. അവനോട് കൂടിയാണ് നടക്കേണ്ടത്. ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയോ നാം ഒരിക്കലും അവരുടെ മുമ്പിൽ നടക്കുന്ന നായകത്വമല്ല ഏറ്റെടുക്കേണ്ടത്. ഇരുളിന്റെ നായകത്വമല്ല ഏറ്റെടുക്കേണ്ടത്. വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിന്റെ പിന്നാലെയാണ് നാം അനുഗമിക്കേണ്ടതെന്നും ഇവിടെ നമുക്കിവിടെ കാണും. ഇപ്പൊ രണ്ടായിട്ട് തിരിഞ്ഞപ്പോൾ യേശു വെളിച്ചത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇരുളിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി, ഇരുളിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, അവന് മുൻപായി നിൽക്കുവാൻ വേണ്ടി യേശുവിനോട് കൂടെ നടന്ന ശിഷ്യരിൽ ഒരുവൻ അവൻ മുൻപിൽ നിൽക്കുകയാണ്. അവൻ മുമ്പിൽ നിന്ന് ഇവരെ നയിച്ചുകൊണ്ട് മഹാപുരോഹിതന്മാരെയും പടനായകന്മാരെയും പരീശന്മാരെയും പട്ടാളക്കാർക്കെല്ലാം മുമ്പിൽ നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ആ ഗത്സമനയിലേക്ക് എത്തിച്ചേരുന്നത് യൂദയുടെ നേതൃത്വത്തിലാണ്. രാത്രി ഞങ്ങൾക്ക് ആത്മാവിൽ കാണുവാൻ കഴിയുമോ? യേശു അതിവേദനയോടെ പ്രാർത്ഥിച്ച് അവന്റെ ശരീരത്തിൽ നിന്ന്, രോമകൂപത്തിൽ നിന്ന് രക്തം വേർപ്പതുള്ളിയായി വീണുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവനെ പിടിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് വരുന്നത് യേശു സ്നേഹിച്ച, അല്ലെങ്കിൽ യേശുവോട് കൂടെ നടന്ന
യേശുവിന്റെ ശിക്ഷ അപ്പോസ്തലന്മാർ ഒരുവനായിരുന്നു ഈ ഈ യൂദ എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവനിൽ സാത്താൻ കടന്നിരുളായി മാറിയപ്പോൾ അവൻ യേശുവിനെ പിടിക്കുന്നതിന് മുമ്പിലായി തീരുവാൻ കഴിയാത്തതുകൊണ്ട് രാത്രിയിൽ ഞാൻ ഒരു കാര്യം കൂടി വിളിച്ചു പറയട്ടെ. പ്രിയപ്പെട്ടവര്, വിശ്വാസത്തിൽ വന്ന ശേഷമായി പിന്മാറിപ്പോയി കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ നിന്ന് നന്മകൾ അനുഭവിച്ച ശേഷമായി പിന്മാറിപ്പോയി കഴിഞ്ഞാൽ അവരെ ചുട്ടുകളയത്രേ അവസാനമെന്നാണ് പറയുന്നത്. ലോകത്തിന്റെ ധനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മാർഗത്തിന് വേണ്ടിയോ സ്ഥാനത്തിന് വേണ്ടിയോ ഒക്കെ ഇരുളിന്റെ കൂടെ കൂടിയാൽ അവസാനം ചുട്ടുകളയുന്നതായിരിക്കും, നശിക്കത്തക്കതായിരിക്കും. അത് ആ ഒരു അനുഭവത്തിലേക്കാണ് യൂദ എത്തിയത്. അവനാണ് അവരോടുകൂടെ അവൻ മുൻപിൽ വന്ന് അവർക്ക് ആ യേശുവിന്റെ അടുക്കൽ വന്ന് ചുംബിച്ചുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി യേശുവിന്റെ അടുക്കിലേക്ക് എത്തിയെന്നാണ് ഇവിടെ കാണുന്നത്. അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറേനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. യേശുവിനെ പിടിക്കാൻ കഴിഞ്ഞ കർത്താവിന്റെ ആ സാന്നിധ്യത്തിന്റെ മുമ്പിൽ അവർ നിലത്ത് വീഴുകയാണ്. എന്നാൽ വീണ്ടും എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം ക്രിസ്തു പിടിക്കപ്പെട്ടേ മതിയാകുള്ളൂ, അവൻ തകർക്കപ്പെട്ടേ മതിയാകുള്ളൂ, അവൻ ക്രൂശിതനായി മരിച്ചേ മതിയാകുള്ളൂ. അവൻ മരിച്ചതുകൊണ്ടാ നാം വെളിച്ചമായി തീർന്നത്. രാത്രി കരമുയർത്തി പറഞ്ഞ കർത്താവേ, നീ തകർക്കപ്പെട്ടതുകൊണ്ടാ, നീ മരിച്ചതുകൊണ്ടാ, രക്തം ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നത് കൊണ്ടാ ഞങ്ങളുടെ പാപം മാറി ഞങ്ങൾ വെളിച്ചമായി തീർന്നത്. യെരൂശലേം ദേവാലയത്തിലെ ആ വിളക്ക് കത്തുവാൻ വേണ്ടി അവിടുത്തെ ആ ജനത്തിൽ നിന്ന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ എടുക്കുമായിരുന്നെങ്കിൽ ക്രിസ്തുവാകുന്ന അവൻ മുഖാന്തരമായി അവനിൽ നിന്ന് ഊറ്റപ്പെട്ടതായ എണ്ണ കൊണ്ടാണ് സഭ തെളിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് തെളിച്ചം നൽകുന്നത്, ലോകത്തിന്റെ വെളിച്ചമായി തീർന്നത് ക്രിസ്തു മുഖാന്തരമാണ്. അത് ആരോടും വാങ്ങിച്ചതല്ല, യേശുവിൽ നിന്നാണ് അത് നമ്മളിലേക്ക് വ്യാപരിക്കുന്നത്. അത് നമ്മിൽ നിന്നും ഈ ദിവസങ്ങൾ കർത്താവിന് വെളിച്ചമായി തീരുമ്പോൾ അനേകർക്ക് വെളിച്ചം കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് വെളിച്ചമായി തീരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ അത് ഗെത്സമനയിലെ അനുഭവം വെളിച്ചത്തിന് കാരണമായി തീരുവാണ്ടേർന്നെങ്കിൽ ദിവസം നമ്മുടെ ജീവിതത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ കഷ്ടതകൾ അത് നമ്മെ വെളിച്ചം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ അത് വെളിച്ചമായി തീരുവാൻ, അനേകർക്ക് വെളിച്ചം പകരുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം, നിരവധി മിഷണറിമാർ അനേകർ കടന്നു വന്ന് അവർ വെളിച്ചമായി തീരുവാൻ കഷ്ടം സഹിച്ചപ്പോൾ അവരിൽ നിന്ന് ആ കഷ്ടതയിലൂടെ ആ വിളക്കുകൾ ശോഭിക്കപ്പെടുവാൻ അനേക ദേശങ്ങൾ സുവിശേഷത്താൽ പ്രകാശിതമായി തീരുവാൻ ഇടയായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ദേശങ്ങൾ വെളിച്ചമാറ്റണമെങ്കിൽ, അത് വീടുകൾ, ഭവനങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ വെളിച്ചമാകണമെങ്കിൽ കഷ്ടം സഹിച്ചേ മതിയാകുള്ളൂ. നാം കഷ്ടം സഹിക്കുമ്പോഴാണ് അതിൽ നിന്നാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചം ലോകത്തിലേക്ക് പകരപ്പെടുന്നത് എന്നുള്ളതും ഇന്ന് രാത്രി ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതേക്കുറിച്ച് തുടർന്ന് യോഹന്നാൻ സുവിശേഷത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് വരുമ്പോൾ കർത്താവോട് പറയുകയാണ് ആരെ തിരഞ്ഞു ചോദിച്ചപ്പോൾ അത് നസറേനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവർക്ക് ഏൽപ്പിച്ചുകൊടുത്തു. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ യേശു ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. കാരണം കർത്താവിന്റെ കഴിവിനെ കുറിച്ചും അവനെ പിടിക്കാൻ ആർക്കും കഴിയത്തില്ല എന്നും അവന്റെ പ്രത്യേക കഴിവുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഈ യൂത ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. യേശു തിരമാലയെ നടന്നവനാണെന്നും അവന് അസാധ്യമായിട്ട് ഒന്നുമില്ലതും എല്ലാം അറിയാം. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു അനുവദിച്ചു കൊടുത്തുകൊണ്ട്, അവൻ താഴ്ത്തിയത് കൊണ്ടാണ് അവർക്ക് പിടിക്കുവാനിടയാത്തുന്നത്. ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു സമർപ്പിക്കുകയാണ് ചെയ്തത്. പിതാവാം ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി, നിവൃത്തീകരിക്കപ്പെടാൻ വേണ്ടി യേശു പറഞ്ഞത് ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് നസറേനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞാൽ ഇവരെ വിട്ടേ, എന്നോട് കൂടെ നിൽക്കുന്നവർ പൊയ്ക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്. അവർ ചോദിച്ചു, വേറെ ആരെയും അല്ല ചോദിച്ചത്. യേശുവിനെയും അവന്റെ ശിഷ്യന്മാരെയും ചോദിച്ചില്ല, തേടി വന്നത് അതിനു വേണ്ടിയായിരുന്നില്ല. യേശു ആരാണെന്ന് മാത്രം അവർക്കറിയണം. ഇപ്പൊ കർത്താവിന്റെ സ്വർഗീയ പദ്ധതിയായിരുന്നു. ആ കാലത്തെ മഖാപുരോഹിതൻ പറഞ്ഞല്ലോ, ഒരുവൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നല്ലത്. അതുകൊണ്ടാണ് ഇവിടെ ഇവർ വന്നപ്പോൾ അതേ ആ സ്വർഗീയ പ്ലാനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്നപ്പോൾ വേണമെങ്കിൽ പത്രോസിനെ കൂടി പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം പത്രോസ് മഹാപുരോഹിതന്റെ ദാസന്റെ മൽക്കൂസിന്റെ ചെവി അറുത്തുമാറ്റി
വെട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നല്ലോ, അവൻ പടലിക്ക് വെട്ടിയത്, അവൻ കഴുത്തിന് വെട്ടിയതാ. പക്ഷേ അവന്റെ കഴുത്തിന് വെട്ടേൽക്കാതെ അവനെ അവിടുന്ന് രക്ഷിച്ചതാ. അല്ലെങ്കിൽ പത്രോസ് വന്ന് പിടിക്കപ്പെട്ടു പോകുമായിരുന്നു. അപ്പൊ പത്രോസ് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ കർത്താവ് ആ വെട്ടേറ്റ അവന്റെ ആ ചെവി അവിടെ വെച്ച് അതിനെ സൗഖ്യമാക്കി പത്രോസിനെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ആ മൽക്കോസിന്റെ ചെവി വെട്ടേറ്റ് ഒരു തെളിവായിട്ട് നിന്നിരുന്നെങ്കിൽ ഈ പത്രോസിനെ പിടിക്കുമായിരുന്നു. എന്നാൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ, ഇവർ സ്വതന്ത്രമാകട്ടെ, ആടുകളുടെ ഇടയൻ പിടിക്കപ്പെടും, ആടുകൾ ചെതറിപ്പോകുമെന്നുള്ള വചനം നിവൃത്തീകരിക്കപ്പെടുവാൻ വേണ്ടി യേശു പിടിക്കപ്പെടണമെന്നുള്ളത് വചനമായിരുന്നു. സിഗ്രാനുഭവത്തെ പറയുന്ന അവൻ ഇടയനെ വെട്ടും, ആടുകൾ ചെതറിപ്പോകുമെന്നാണ്. അപ്പോൾ ഇടയൻ മാത്രം വെട്ടപ്പെടണം, ഇടയൻ മാത്രം പിടിക്കപ്പെടണം എന്നുള്ളത് ആയതുകൊണ്ടാണ് ഇവിടെ അത് സംഭവിച്ചത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെയാ തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. കർത്താവ് പറഞ്ഞു, നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞു. ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്ത് കാത് അത് അറുത്ത് കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന് പേർ. യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് എന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇത് സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പത്രോസ് ഇവ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ യേശു അവരെ വിടാൻ വേണ്ടി അനുവാദം അവരോട് ചോദിക്കുകയാണ്. ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് പത്രോസ് അവൻ്റെതായിട്ടുള്ള ആ എടുത്തുചാട്ടത്തിൽ, അവന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവൻ അത് ചെയ്യുകയാണ്. അവൻ ചെയ്തത് വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തുകാൽ അത് അറുത്ത് കളഞ്ഞു. ദാസന് മൽക്കോസ് എന്ന പേർ. യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അവിടെ കർത്താവ് വാളുള്ളവർ വാൾ കൊണ്ടുവരാൻ പറഞ്ഞ് ഇവരെ വാളെടുപ്പിച്ചുകൊണ്ട് വന്ന് കർത്താവ് അറിയാൻ ഇവിടെ ഒരു വാളുണ്ടെന്നുള്ളത് അറിയാമായിരുന്നു. അവർ ചോദിച്ചു, 2 വാള് ഉണ്ടത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് മതിയെന്നും പറഞ്ഞു. എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ കർത്താവരെ 2 വാളുമായിട്ട് വന്ന് ഇത്രയും വരുന്ന ആൾക്കാരുടെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല. അവർക്കൊരു യുദ്ധത്തിനാണെങ്കിൽ അങ്ങനെ ഒരു 2 വാള് മാത്രം പോരല്ലോ. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിനല്ല കർത്താവ് അവിടെ ഒരുങ്ങിയത്. യേശു അവിടെ ചെയ്തത്, ഇവിടെ ഉണ്ടായിരുന്ന വാളും ആയുധങ്ങളൊക്കെ കൊണ്ടുവരട്ടെ. അന്ന് കർത്താവ് പറഞ്ഞു, വാൾ ഉറയിലിടാൻ പറഞ്ഞ ശേഷമായി ഇന്നുവരെയും യേശുവിന്റെ ശിഷ്യന്മാരാരും തന്നെ വാൾ ഊരിയിട്ടില്ല. വാളെടുക്കുന്നതിന് വാളാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അന്ന് ആയുധം വെപ്പിച്ചതാണ്. ഒരിക്കലും ജഡീകമായ ആയുധം ദൈവമക്കൾക്കില്ല. അതുകൊണ്ടാണ് ആ ജഡീക ഇസ്രായേലിനെ സംബന്ധിച്ച്, യഹൂദിനെ സംബന്ധിച്ച് അവന്റെ ആയുധമായിരിക്കുന്ന വാളിനെ ദൈവം അവന്റെ ഉറയിലിടിപ്പിച്ചിട്ട് യേശു ആത്മീയ ആയുധങ്ങളാണ് നമുക്ക് പോരിന്റെ ആയുധങ്ങളായി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സർവായുധമൊക്കെ ധരിച്ചുകൊള്ളുമ്പോൾ കയ്യിൽ വചനമെന്ന വാളും ഏന്തി നിൽക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വാൾ ഉറയിലിടിപ്പിച്ചു. എന്നാൽ യേശു തന്റെ ശിഷ്യഗണത്തെ ദൈവമക്കളെ അണിയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ ധരിപ്പിച്ചിരിക്കുന്നത് പോരിന്റെ ആയുധങ്ങളായിരിക്കുന്ന ഈ ലോകത്തിന്റെ ആയുധങ്ങളല്ല. എന്നാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങൾ അത് സർവായുധവർക്കം ധരിച്ചുകൊണ്ട് ആത്മീയ പോലുള്ള ആയുധങ്ങളാണ്. അത് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന വചനമെന്ന ഇരുപത്തുള്ള വാൾ കയ്യിലെഴുത്തണം. വാള് പോരാട്ടത്തിന് പോകുമ്പോൾ വാളാണ് കയ്യിലെടുക്കണം. അതേ വചനം തന്നെ ശത്രുവിനെതിരെ വാളായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഈ പത്രോസിനെ കൊണ്ട് അന്ന് ജഡപരമായിട്ടുള്ള ജഡികായുധത്തിന്റെ വാള് ഉറയിൽ ഇടിയിപ്പിച്ചെങ്കിൽ സർവായുധവർക്കം ധരിപ്പിച്ച് പത്രോസിനെ ദൈവം ആത്മീയ യുദ്ധക്കളത്തിൽ അവനെ ശക്തനായി ഉപയോഗിച്ചു എന്നുള്ള കാര്യവും രാത്രിയിൽ മറന്നു പോകരുത്. അപ്പോൾ ജഡികായുധം അവനെ കൊണ്ട്, ശിഷ്യന്മാരെ കൊണ്ട്, അപ്പോസ്തലന്മാരെ കൊണ്ട് അന്ന് ഉറയിൽ ഇടിയിപ്പിച്ചു. നമുക്ക് ജഡിക പോരാട്ടങ്ങളില്ല. എന്നാൽ അവന്റെ കരങ്ങളിൽ ദൈവം ഏന്തുവാൻ കൊടുത്തത് ദൈവവചനമാകുന്ന സാത്താനെതിരെ വാൾ ഉപയോഗിക്കാൻ, വചനത്തിന് ശക്തി ഉപയോഗിക്കുവാൻ, അതേ പത്രോസിനെ ഉപയോഗിപ്പാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടൊരു വാൾ ജഡികമായിട്ടിരിക്കുന്ന ആയുധം ദൈവമക്കളിൽ നിന്ന് ദൈവസഭയ്ക്ക് ഉപയോഗിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് ദൈവസഭ ഒരിക്കലും യുദ്ധങ്ങൾക്ക് ഒരുങ്ങാത്തത്, ജഡിക പോരാട്ടം ഒരുങ്ങാത്തത്. നമുക്ക് ആകെയുള്ള ആയുധം പ്രാർത്ഥനയാണ്. ദൈവത്തിന് സർവായുധവർക്കം ധരിച്ചുകൊണ്ട് ആ ദിവസം പോരാടുന്നവരാണ്. അപ്പോൾ അന്ന് വാളുറയിൽ ഇടിയിപ്പിച്ചെങ്കിൽ ആത്മീയ സൈന്യമാക്കി, ആത്മീയ യുദ്ധക്കളത്തിൽ നിർത്തുവാൻ വേണ്ടി, മനുഷ്യനോട് പോരാടുവാൻ വേണ്ടിയല്ല. ദൈവം നമ്മളെ
അവിടെ ശിഷ്യന്മാരെ കണ്ടത്, ദൈവസഭയെ കണ്ടിരിക്കുന്നത് മനുഷ്യന് വിരുദ്ധമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളോട് ഈ ലോകത്തിൽ ദുഷ്ടാത്മ സേനയോട് പോരാടത്തക്കവണ്ണം, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട് പോരാടത്തക്കവണ്ണമുള്ളതായ ഒരു രാജകീയ സൈന്യമാക്കിയിട്ടാണ് ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നത്. ആത്മീയ യുദ്ധം ചെയ്യുന്ന സ്പിരിച്വൽ വാർഫെയർസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് പുറമേയുള്ള ആയുധമില്ല, പടക്കോപ്പുകളിൽ ഒന്നുമില്ല. എന്നാൽ യേശുവിനെ പിടിക്കാൻ വന്നത് ആയുധങ്ങളും എല്ലാമായിട്ടാണ് വന്നത്. കർത്താവ് പറഞ്ഞു, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വന്നുവോ എന്ന് ചോദിച്ചു. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം, ഞാൻ സമർപ്പിക്കപ്പെടുവാനുള്ളവനാ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ളതാ. കർത്താവ് പല ആവർത്തി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ മനുഷ്യരുടെ കയ്യിൽ അകപ്പെടുമെന്നും അവനെ അവർ തല്ലുമെന്നും ഉപദ്രവിക്കുമെന്നും നിന്ദിക്കുമെന്നും അവനെ കൊല്ലുമെന്നും ക്രൂശിക്കുമെന്നും മൂന്നാം നാൾ ഉയർത്തി നിൽക്കുമെന്നും യേശു മുന്നമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പത്രോസിന്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തു. പക്ഷെ അന്ന് അത് ചെയ്യിപ്പിച്ചത്, അതല്ലെങ്കിൽ അന്ന് അവിടെ അത് നടക്കാൻ കാരണമായി തീർന്നത്, അന്ന് ആ ജടീയ ആയുധങ്ങളെല്ലാം ദൈവം അവിടെ ഉറയിലിടിയിപ്പിച്ചു. നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്, യേശുവിനെ പിൻപറ്റുവാൻ വരുമ്പോൾ പടകും വലയും അപ്പനെയും ഒക്കെ വിട്ടാ വന്നെങ്കിൽ അവസാനം കർത്താവ് ഗെത്സമനയിൽ വെച്ച് അവിടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ കൂടി അവർക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുവാനുള്ള ദൂത് കൈമാറിക്കൊണ്ടാണ് യേശു തന്റെ ശുശ്രൂഷ അവിടെ ഈ ശിഷ്യന്മാരുടെ ബന്ധത്തിൽ അവസാനിപ്പിച്ചത്. രാത്രി മനസ്സിലായി വിചാരിക്കും. അവരെല്ലാം വിട്ട് അവനെ അനുഗമിച്ചെന്ന് പറയുമ്പോഴും അവിടെ കയ്യിൽ വാളുകൾ ഉണ്ടായിരുന്നു, ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനമായി ഗെത്സമനയിൽ വെച്ച് യേശു ശിഷ്യന്മാരുടെ 10 ദിവസം പ്രമുഖനായിരിക്കുന്ന 10 ദിവസം പറഞ്ഞു, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. 10 ദിവസം പറഞ്ഞു, 10 ദിവസേ നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ദൈവഹിതത്താൽ സംഭവിക്കുന്ന, എന്നാൽ നീ വാൾ ഉറയിലിടുക, ഇനി അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അവിടെ ആ സമാപനമുണ്ടാക്കിയെങ്കിൽ അവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന സകല ആയുധങ്ങളെയും പത്രോസിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സകലതും കർത്താവ് വേണ്ട എന്ന് ഉപേക്ഷിക്കത്തക്കവണ്ണമുള്ള കൽപ്പന പുറപ്പെടുവിച്ചിട്ടാണ് യേശു തന്റെ ശുശ്രൂഷ ശിഷ്യന്മാരുടെ ബന്ധത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്. തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ 12 മുതൽ വാക്യങ്ങൾ കാണുന്നത്, പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് കന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. ഇവിടെ വലിയ ഒരു കൂട്ടം ജനതയാണ്, പട്ടാളമാണ്. സഹസ്രാധിപൻ 1000 പട്ടാളത്തിന്റെ അധിപനാണ് സഹസ്രാധിപൻ. അപ്പോൾ അങ്ങനെ സഹസ്രാധിപൻ ഉണ്ടെങ്കിൽ അതിന് 10 ശതാധിപന്മാർ കൂടെ കാണും. അപ്പോൾ ഒരു പട്ടാളം അതിനെ നിയന്ത്രിക്കുന്ന ശതാധിപന്മാർ 10 പേര്, ഓരോന്നിനും ഓരോ ഇതാണ്. 10 പേർക്ക് അധിപതി, 100 പേർക്ക് അധിപതി, 1000 പേർക്ക് അധിപതി എന്നാണ്. അപ്പോൾ യേശുവിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചു കെട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കൂട്ടം ആൾക്കാരല്ല അവിടെ വന്നത്. അപ്പോൾ ഈ യേശുവിനെ പിടിച്ചു കെട്ടി ക്രൂശിക്കുക എന്നുള്ളത്, അവനെ കല്ലറയിൽ വെക്കുക എന്നത് വരെ വലിയൊരു പ്ലാനിങ് ദൗത്യം അവിടെ അവർ ചെയ്തിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പിന്നീട് പീലാത്തോസ് ഈ യേശുവിനെ വിടാൻ വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെങ്കിലും ഈ പട്ടാളത്തെ സഹസ്രാധിപനെയൊക്കെ വിടണമെങ്കിൽ അവർ റോമൻ സാമ്രാജ്യത്വം അറിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ മഹാപുരോഹിതന്മാര് അവരുടേതായിട്ടുള്ള സ്വാധീനത ചെലുത്തി ഈ സഹസ്രാധിപനെയും പട്ടാളത്തെയും എല്ലാം കൂട്ടിക്കൊണ്ടാണ് യേശുവിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത്. പറഞ്ഞ പട്ടാളവും സഹസ്രാധിപരും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചു കെട്ടി ഒന്നാമത് കന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവിന്റെ അമ്മായിപ്പനായിരുന്നു. ആദ്യം കൊണ്ടുപോയത് പ്രായമുള്ള ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയത്. അപ്പോൾ ആ വർഷത്തെ സംവത്സരത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യാഫാവിന്റെ മകളെയാണ് കയ്യാഫാവിന്റെ അമ്മായിപ്പനായിരുന്നു. അപ്പോൾ ഹന്നാവിന്റെ മകളെയാണ് കയ്യാഫാവ് വിവാഹം കഴിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവരാദ്യം കൊണ്ടുപോയത് മഹാപുരോഹിതന്മാരിൽ ഏറ്റവും പ്രായമുള്ള ഹന്നാവിന്റെ അടുക്കലാണ് യേശുവിനെ ആദ്യമായി കൊണ്ടുപോയത്. കാരണം അവനാണല്ലോ ഒന്ന് പ്രായം വെച്ച് നോക്കുമ്പോൾ അതിന് തീരുമാനമെടുക്കേണ്ടത് മരുമകൻ വിചാരിച്ചപ്പോൾ അമ്മായിപ്പൻ എടുക്കട്ടെന്നുള്ള രീതിയിലാണ്
അവിടെ കൊണ്ടുപോയിട്ടത് പിടിച്ചു കെട്ടി ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആരൊക്കെ കൊണ്ടുവന്നറിയോ? പട്ടാളം, സഹസാദിന്മാർ, ചേവർ, മൂപ്പന്മാർ, അങ്ങനെ വലിയൊരു സമൂഹമെല്ലാം കൂടി ഒന്നു ചേർന്ന് പിടിക്കപ്പെട്ടത് യേശു മാത്രമാണ്. യേശുവിനെ മാത്രം അവർക്ക് മതിയായിരുന്നു. ശിഷ്യന്മാർ ഓടിപ്പോകുവാനിടയായി തീർന്നു. ഈ യേശുവിനെ പിടിച്ചു കെട്ടി ഒന്നാമത് കൊണ്ടുചെല്ലുന്നത് അന്നത്തെ ന്യായപ്രമാണത്തിന്റെ പ്രമാണമനുസരിച്ച് മഹാപുരോഹിതനായിട്ട് മഹാപുരോഹിതൻ അവന്റെ സ്ഥാനമൊഴിഞ്ഞ് അത് കൊടുത്തിരുന്നത് കയ്യാപ്പാവിനാ കൊടുത്തെങ്കിലും ഈ കയ്യാപ്പാവ് വിവാഹം കഴിച്ചിരുന്നത് ഖന്നാവിന്റെ മകളെയായിരുന്നു എന്നുള്ളത് ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാപ്പാവിന്റെ അമ്മായിപ്പനായിരുന്നു. കയ്യാപ്പാവോ ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്നെന്ന് യഹൂദന്മാരുടെ ആലോചന പറഞ്ഞവൻ തന്നെ. അപ്പോൾ യേശുക്രിസ്തു മരിക്കുന്നത് ഒരു ജനത്തിന്റെ വിടുതലിന് വേണ്ടി നല്ലതാണെന്ന് ആലോചന പറഞ്ഞതാണ്. അവൻ പറഞ്ഞത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞെങ്കിൽ നിശ്ചയമായിട്ടും ആ യേശു മരിച്ചത് ഒരു ജനത്തിന് വേണ്ടി, മനുഷ്യജനത്തിന് വേണ്ടി, മനുഷ്യവംശത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയാണ് യേശു മരിക്കുന്നത് നന്നായിരുന്നുവെന്ന് സ്വർഗീയ പിതാവ് തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ ഈ ആലോചന അവർക്ക് വന്നിരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മഹാപുരോഹിത വംശത്തിലുള്ളവർ ആരൊക്കെയാണ് എന്നറിയണമെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മഹാപുരോഹിതന്മാരും എന്ന് പറയുമ്പോൾ ഒരാളല്ല മഹാപുരോഹിതന്മാർ എന്നുള്ളത്. മഹാപുരോഹിതന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അന്നത്തെ മഹാപുരോഹിത വംശത്തിലുള്ളവർ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 4-ാം അധ്യായം 6-ാം വാക്യത്തില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിതത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാർ ആരൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഹന്നാവ്, കയ്യഫാവ്, യോഹന്നാൻ, അലക്സന്തർ, മഹാപുരോഹിതത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 പേരുടെ പേരുകൾ പറയുകയാണ്: ഹന്നാവ്, കയ്യഫാവ്, യോഹന്നാൻ, അലക്സന്തർ. അപ്പൊ ഇവര് മഹാപുരോഹിത വംശത്തിലുള്ളവരാണ്. ഈ കർത്താവിനെ കൊണ്ടുപോകുമ്പോൾ ഈ മഹാപുരോഹിതന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരാളാണെന്ന് വിചാരിക്കരുത്. മഹാപുരോഹിത വംശത്തിലുള്ളവരെല്ലാം, ആ മഹാപുരോഹിതന്മാരുടെ വംശത്തിലുള്ളവരോ എല്ലാമാണ് ഇവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രായമുള്ളവനാണ് ഹന്നാവ്. അവന്റെ അടുക്കലാണ് ആദ്യമായിട്ട് കൊണ്ടുപോയത്. അന്ന് ആ വർഷത്തെ ആ സംവത്സരത്തെ മഹാപുരോഹിതനായിരുന്നത് കയ്യാപ്പാവായിരുന്നു. അപ്പൊ കയ്യാപ്പാവാണ് 11-ാമത്തെ 82-ാം വാക്യത്തിൽ പറഞ്ഞത് ഒരു മനുഷ്യൻ ജനത്തിന് വേണ്ടി മരിക്കുന്നത് നല്ലത്, എല്ലാവരും നശിക്കുന്നതിനേക്കാൾ നല്ലത്. അതുപോലെ യേശു മുഖാന്തരമായി താൻ വിചാരിച്ചത് യഹൂദ പാരമ്പര്യം തകർന്നു പോകും. യേശു മുഖാന്തരമായി അന്ന് വരെ പണിതുയർത്തിരിക്കുന്ന യെരൂശലേം ദേവാലയം ഒന്നുമല്ലാതെ തീരും. അവർ അനുവർത്തിച്ചു വന്നിരുന്നതായ മോശീയ പ്രമാണങ്ങൾ അത് തച്ചുടയപ്പെടും, ഒന്നുമില്ലാതെ തീരും. അതിനെ തകർത്ത് കളയുന്ന ഭീതി അവനുണ്ടായി. എന്നാൽ ഈ കയ്യപ്പാവൻ അറിയത്തില്ലായിരുന്നു യേശു നീക്കുവാനല്ല നിവർത്തിപ്പാനാ വന്നതെന്നുള്ളത് അവൻ അറിയത്തില്ലായിരുന്നു. അവൻ വിചാരിച്ചത് അന്ന് വരെ ഈ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിലനിർന്നു പോന്ന ആ പൗരോഹിത്യ പാരമ്പര്യവും ആരാധന രീതിയും എല്ലാം അത് മാറ്റപ്പെടുമോ, ഇല്ലാതായിത്തീരുമോ? യേശു പറഞ്ഞല്ലോ, ഈ മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കൊണ്ട് ഞാൻ പണിയാം ഒക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് അന്ന് മുതലേ ഭയമായിരുന്നു. ഇവൻ മുഖാന്തരമായി ഇതെല്ലാം പൊളിക്കപ്പെടുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വിചാരിച്ചു യഹൂദ പാരമ്പര്യം ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല, മോശിക പ്രമാണം നശിക്കപ്പെടുവാൻ പാടില്ല, അത് നിലനിൽക്കണം. അതുകൊണ്ട് അതിന് വിരുദ്ധമായി ആരെങ്കിലും എഴുന്നേറ്റാൽ അവനെ കൊല്ലണമെന്നുള്ളത് പ്ലാനായിരുന്നു, ആലോചനയായിരുന്നു. പക്ഷെ ആ ഒരു ആലോചന അവരെടുത്തപ്പോൾ സ്വർഗത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. യഥാർത്ഥമായ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായി തീരുവാനുള്ള ക്രിസ്തു 3-ാം ദിവസം കൊണ്ട് പണിയപ്പെടണമെങ്കിൽ അവൻ തകർക്കപ്പെടണമായിരുന്നു, അവൻ മരിക്കപ്പെടണമായിരുന്നു. അതിനു വേണ്ടിയുള്ള മുഖാന്തരങ്ങളാണ് സ്വർഗം ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു മരിക്കപ്പെടാതെത്തുന്നത് ഒരു രാജകീയ പുരോഹിതവർഗം ഉയർത്തപ്പെടുവാൻ വേണ്ടിയായിരുന്നു. അന്ന് വരെയും മോശീയ പ്രമാണത്തിൽ കല്ലിലെഴുതിയ പ്രമാണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് ഹൃദയത്തിന്റെ മാംസപ്പഴകിലിടുന്ന പുതിയ നിയമത്തിന് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് രാജീയ പുരോഹിത വർഗത്തെ എന്നേക്കും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന യഥാർത്ഥമായ നമസ്കാരികളെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അതിനുവേണ്ടി കുഞ്ഞാടാം യേശു ക്രിസ്തു അവൻ ജീവൻ നൽകണമായിരുന്നു. യഥാർത്ഥമായ മഹാപുരോഹിതനായിരിക്കുന്ന ക്രിസ്തു അവന്റെ രക്തം കൊണ്ട് ഉയരത്തിലേക്ക് കരകയറിയെങ്കിൽ മാത്രമേ രാജകീയ പുരോഹിത വർഗം സ്ഥാപിക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള
ദൈവിക പദ്ധതിയായിരുന്നു ഈ ആലോചനയുടെ എല്ലാം പിമ്പിൽ നടന്നുകൊണ്ട്. അവർ അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിലും ഈ ആലോചനയ്ക്ക് മുമ്പിലൊക്കെ ദൈവം അനുവാദം കൊടുത്തത് ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവത്തിന്റെ ആലോചന പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ദൈവം ചില മനുഷ്യരെ ആലോചന അവർക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ മാക്കം പിടിച്ചത്. യേശുവിനെ പിടിച്ചപ്പോൾ ആ അന്നത്തെ മഹാപുരുത വംശത്തിലുള്ള എല്ലാവരും അതിനകത്ത് പങ്കാളികളായിരുന്നു. അതെല്ലാം ഒരുമിച്ച് നിന്നും സദൂക്യരും പരീശന്മാരും തമ്മിൽ ഒരിക്കലും അവർ ചേർന്ന് നിൽക്കുന്നവരല്ല. എന്നാൽ യേശുവിനെ പിടിക്കുന്നവരുടെ ബന്ധത്തിൽ വന്നപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുവാനിടയാത്തുന്നത് അത് ദൈവത്തിന്റെ പദ്ധതി കൂടിയായിരുന്നു. കർത്താവ് തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകണമെന്നുള്ള പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ ആലോചനയെ ദൈവം അനുവദിച്ചു കൊടുത്തത്. അതല്ലെങ്കിൽ നടക്കത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആലോചനയായി അതിനെ പരിണമിച്ചത് കൊണ്ടാണ് ഇപ്രകാരം ക്രിസ്തു പിടിക്കപ്പെടുവാനിടയാത്തുന്നത്. എന്നിട്ട് ഇവനെ ശിമോൻ പത്രോസ് മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു. അവിടുന്ന് ആ ഗത്സമനിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ഇവര് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് ഇവര് നോക്കിയപ്പോൾ യേശുവിനെ കൊണ്ട് പോകുന്നത് ഖന്നാവിന്റെ അടുക്കലേക്കാണെന്ന് കണ്ടപ്പോൾ ദൂരവേ ശിമോൻ പത്രോസ് മറ്റൊരു ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാൻ തന്നെയാണ്. യോഹന്നാൻ തന്റെ പേര് പറയാതെയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. മറ്റൊരു ശിഷ്യൻ, യേശു സ്നേഹിച്ച മറ്റൊരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ മറ്റൊരു ശിഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാനാണ്. അപ്പോൾ ശിമോൻ പത്രോസും യോഹന്നാനും കൂടി ആണ് യേശുവിന്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകിയാൽ യേശുവിനോട് കൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. അപ്പോൾ ഹന്നാവിന്റെ നടുമുറ്റത്ത് കടക്കാനുള്ളതായ സ്വാതന്ത്ര്യം, സാവകാശം ഈ ഈ യോഹന്നാനുണ്ടായിരുന്നു. യോഹന്നാന്റെ പരിചിതനായതുകൊണ്ടാണ് അതിനുള്ള സാവകാശം കിട്ടുന്നത് അവിടെ കടക്കുവാനായിട്ട്. അപ്പോൾ അതോടുകൂടെ തന്നെ പത്രോസും അവിടെ പ്രവേശിപ്പാകത്തുണ്ട്. പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന്റെ പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാര്യത്തിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റി. ഇപ്പോൾ ഈ പത്രോസ് ഇങ്ങനെ പരിചയമുള്ള, നമുക്കറിയാം രണ്ടുപേര് തമ്മിൽ പോകുക, പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അവനകത്ത് കയറാം. അവൻ കയറിയാൽ മറ്റവന് കയറാൻ പറ്റരുത്. വാതിൽക്കാവരുത്തി സമ്മതിക്കത്തില്ല. യോഹന്നാൻ അകത്ത് കയറി. കന്നാവിന്റെ വീടിന്റെ ആ നടുമുറ്റത്തേക്ക് കടക്കാനായിട്ട് യോഹന്നാന് സാധിച്ചു. പക്ഷേ പത്രോസ് വാതിൽക്കൽ നിൽക്കുക, അവനെ കടത്തിവിടുന്നില്ല. എന്നാൽ ഈ മഹാപുരോഹിതന് പരിചയമുള്ള ഈ മറ്റേ ശിഷ്യൻ യോഹന്നാൻ ഇറങ്ങി വന്ന് പത്രോസിനെ അകത്ത് കയറ്റി വാതിൽക്കാവരുത്തിയോട് പറഞ്ഞു, ഇവനെ കൂടി കയറ്റി വിടാൻ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി. കാരണം ഇവനോട് എത്തണം. എന്താണെന്നറിയാമല്ലോ, നമുക്കറിയാം. തുടർന്ന് നമ്മൾ വായിക്കാൻ കാണാൻ സാധിക്കുന്നത്, യേശു പറഞ്ഞു, നീ എന്നെ തള്ളി പറയും മുമ്പ്, നീ 3 വട്ടം എന്നെ പറയും മുമ്പ് കോഴി 2 വട്ടം കൂകിയില്ല എന്ന് പറഞ്ഞു. കോഴിന്ന് 2 വട്ടം കൂകുന്നതിന് മുമ്പായി നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വചനം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ ഓടിപ്പോയാൽ പോരാ. ഭയമുണ്ടായിരുന്നെങ്കിലും ഇവൻ പിന്നെ വന്നേ പതിയുള്ളൂ. യേശു പറഞ്ഞ വചനം നിവൃത്തീകരിക്കപ്പെടാതെ പോകത്തില്ല കേട്ടോ. അത് ഭയപ്പെട്ട് എത്ര ഓടിയാലും പത്രോസെ നീ ഇവിടെ വന്നേ മതിയാകുള്ളൂ. കാരണം യേശുവിന്റെ മുമ്പിൽ വെച്ച് അവനെ തള്ളിപ്പറയണമെന്നുള്ളത് അത് ദൈവത്തിന്റെ ആലോചനയായിരുന്നെങ്കിൽ, ദൈവം പറഞ്ഞതാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കാൻ വേണ്ടിയാണ് ഈ പത്രോസും യോഹന്നാനും കൂടി ഈ ഹന്നാവിന്റെ നടുമുറ്റത്ത് പ്രവേശിപ്പാനിടയാത്തതെന്ന്. പത്രോസ് അകത്ത് കയറ്റി വാതിൽ കാക്കുന്ന ഭാര്യക്കാരത്തെ പത്രോസ്, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനോ എന്ന് ചോദിച്ചു. അല്ല എന്ന് അവൻ പറഞ്ഞു. അവിടെ തുടങ്ങി. അതിൽ തന്നെ അവൻ പറഞ്ഞു അല്ല എന്ന് അവൻ പറയുക. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ അത് എന്നവൻ പറഞ്ഞു. അന്ന് കുളിരാകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഇവിടുന്ന് ഈ കുളിർ കാഞ്ഞ ദാസന്മാരും ചേവകരും കനൽ കൂട്ടി കാഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയി പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ട് അകത്ത് കയറി ഇനി ഇവരോട് അകത്തിരിക്കുകയാണ്. അകത്തിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, പത്രോസ് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, പത്രോസിന് അവസാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ കാത്തിരിക്കുകയാണ്. രാത്രിയിൽ അവനവിടെ ചെല്ലുമ്പോൾ യേശുവിനോട് പറഞ്ഞതുപോലെ തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയണം എന്നുള്ളതും ദൈവപ്രവർത്തിയാണ്. മഹാപുരോഹിതൻ യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. ഈ മഹാപുരോഹിതനായിരിക്കുന്ന ഹന്നാവ് ചോദിക്കുകയാണ് യേശുവിനെ കൂടും അവന്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല.
നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ച എന്തെന്ന് കേട്ടവരോട് ചോദിക്കുക. ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കഥ പറഞ്ഞു, രഹസ്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാനെല്ലാം പരസ്യമായിട്ടാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ സാധിച്ചത്. യേശു ഇവനെ ഒഴിവാക്കി രഹസ്യമായിട്ടൊന്നും പറഞ്ഞില്ല. എല്ലാ ശിഷ്യന്മാരും കേൾക്കുകയാണ് യേശു സംസാരിച്ചിട്ടുള്ളത്. പറയേണ്ട കാര്യങ്ങളെല്ലാം അവർ കേട്ടിട്ടുണ്ട്. അപ്പൊ കർത്താവ് ഞാനൊന്നും രഹസ്യമായി ലോകത്തോട് സംസാരിച്ചിട്ടില്ല, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ലോകത്തോട് പരസ്യമായിട്ടാണ് സുവിശേഷം പ്രസ്താവിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് രഹസ്യമൊന്നുമില്ല. ആർക്കെങ്കിലും കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സുവിശേഷം അല്ലെങ്കിൽ രക്ഷ എന്നുള്ളത്. അത് പരസ്യമാണ്. നാം ലോകത്തോട് സുവിശേഷം എല്ലാവരോടും അറിയിക്കുന്നത് നമ്മുടെ ആഗ്രഹമാണ്, ആരും നശിച്ചു പോകരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ രഹസ്യ പദ്ധതിക്ക് വേണ്ടി വന്നതല്ല, മുഴുവൻ മനുഷ്യന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പിന് വേണ്ടി വന്നതല്ല, പക്ഷപാതം കാണിക്കാൻ വേണ്ടി വന്നതല്ല, യഹൂദിന് വേണ്ടി വന്നതല്ല, ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തോട്, ജാതികളോട്, ജനത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നത്. അതായത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റുള്ളവർക്കെല്ലാം രഹസ്യങ്ങളുണ്ട്. കമ്മിറ്റി കൂടി അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നത് അവരുടെ രഹസ്യമായിരിക്കും. അവരുടെ ടാർഗറ്റും അവരുടെ പ്ലാനിങ്ങും ഒക്കെ രഹസ്യത്തിലൂടെ ആയിരിക്കും. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ ഒരിക്കലും രഹസ്യ സ്വഭാവത്തിലല്ല പഠിപ്പിച്ചത്. തന്നെ ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിണ്ടരുത്, പരസ്യമാക്കരുത് പറഞ്ഞത്. അത് കാരണം അത് മറ്റൊന്നുമല്ല, യേശു അങ്ങനെ ദൈവപുത്രൻ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ ക്രൂശിക്കുകയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യവംശത്തിന് രക്ഷയുണ്ടാകത്തില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ പ്രസിദ്ധമാക്കാതിരിക്കുവാൻ വേണ്ടി അവരോട് സംസാരിച്ചിരുന്നു. അതല്ലാതെ യേശു ഒരിക്കലും അന്നത്തെ റോമൻ സാമ്രാജ്യത്തെ തകർത്തകളയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പൗരോഹിതന്മാരുടെ ആ കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി യേശു സംസാരിച്ചില്ല. എങ്ങനെ രഹസ്യമായിട്ട് ഇത് ചെയ്യാമെന്ന് കർത്താവ് പറഞ്ഞില്ല. പരസ്യമായി ലോകത്തോട് കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞാൻ മുറിക്കുള്ളിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പുരമുകളിൽ ഘോഷിക്കണമെന്ന കർത്താവ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അത് മുഖാന്തരമായിട്ടാണ് ഈ മൈക്കൽ സിസ്റ്റർ കണ്ടുപിടിച്ചത്. പണ്ട് ഇപ്പോഴാണ് കോളംബിയ എന്നതിൽ സ്പീക്കറായത്. ഈ പുരമുകളിൽ ഘോഷിക്കുന്നത് യേശു രഹസ്യമായി കർത്താവ് പറഞ്ഞു, നമുക്ക് രഹസ്യമൊന്നുമില്ല, ഇതെല്ലാം പരസ്യമായി പ്രസ്താവിക്കാനുള്ളതാ. ദൈവസഭയ്ക്ക് മാത്രമേ ലോകത്തിൽ രഹസ്യമില്ലാത്ത. ഇന്ന് ഈ ലോകത്തിലെ എല്ലാ സംഘടനകൾക്കും എല്ലാവർക്കും രഹസ്യങ്ങളുണ്ടെങ്കിൽ സത്യത്തെ ദൈവമക്കൾക്ക് നമുക്കൊരു രഹസ്യം, എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഇല്ല. കാരണം ആകെ രഹസ്യമായിട്ടുള്ളത് നമുക്കുള്ള എല്ലാം പരസ്യമാണ്. നമുക്കിവിടെ കെട്ടിവെക്കുന്ന ഖജനാവോ അല്ലെങ്കിൽ ഒന്നുമില്ല. യേശു ലോകത്തിൽ വന്നത് വലിയ പള്ളി പണിയുവാനോ, യേശു ലോകത്തിൽ വന്ന വലിയ പ്രസ്ഥാനം ഉണ്ടാക്കുവാൻ വേണ്ടിയല്ല വന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ സമ്പത്തുണ്ടായതെല്ലാം കൂട്ടി വെക്കണമായിരുന്നു. അതാവുന്ന എന്റെ കൂടെ വന്ന ശിഷ്യന്മാര്, അവരെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അവരെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം അവരുടെ കയ്യിൽ ഒന്നുമില്ല, അവർക്കൊന്നും ഒരു ട്രസ്റ്ററില്ല, അവർക്കൊന്നും ഒരു പ്രസ്ഥാനമില്ല. യേശു കൂടെ വന്ന പ്രസ്ഥാനമുണ്ടാക്കി ഒരു ബിൽഡിംഗ് പണിത് എന്തെങ്കിലും അവിടെ ആൾക്കാരെ വെച്ച് അവിടെ കാവൽ വെച്ചിട്ടില്ല. പറഞ്ഞു, അങ്ങനെയുള്ള ഒന്നും എനിക്കില്ല. ഞാൻ പരസ്യമായി ലോകത്തോട് സംസാരിച്ചു, എന്റെ കൂടെ വന്നവരും പരസ്യമായിട്ട് സംസാരിക്കുന്നവരാണ് എന്നോടാകത്താവുന്നത്. പള്ളിയിലും എല്ലാ യുവതന്മാരും കൂടുന്ന ദേവാലയത്തിൽ ഞാൻ എപ്പോഴും ഉപദേശിച്ചു, രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? കനാവേ, നീ എന്തിനാ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് രഹസ്യമായിട്ടൊന്നുമില്ല, ഞാൻ പരസ്യമാക്കുവാൻ വേണ്ടി വന്നതാണ്, ദൈവത്തിന്റെ മഹത്വമായി തീരുവാൻ വേണ്ടി വന്നതാണ്. എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. യഥാർത്ഥത്തിലെ കർത്താവ് പറഞ്ഞത്, നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? രഹസ്യമൊന്നും എനിക്കില്ലല്ലോ, നീ എന്നെ ചോദ്യം ചെയ്യാൻ ആവശ്യമില്ലല്ലോ. ഞാൻ സംസാരിച്ചതെന്ന് നീ കേട്ടവരോട് ചോദിച്ചോളാൻ പറഞ്ഞു. ആരെങ്കിലും ഞാൻ രഹസ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സംസാരിക്കരുത്, ഞാനല്ലോ പറയണമെന്നുള്ള രീതിയിൽ കർത്താവ് ഉത്തരം പറഞ്ഞു. അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകളിൽ അരികിൽ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞു. യേശുവിന്റെ കന്നത്തെ ഒന്നടിച്ചു. ഇപ്പോൾ അന്നത്തെ ന്യായപ്രമാണത്തിന്റെ പ്രകാരമനുസരിച്ച് മഹാപുരോഹിത വേലയിൽ നിന്ന് മാറി നിൽക്കുന്ന ഹന്നാവ് യേശുവിനെ ചോദ്യം ചെയ്യുമ്പോൾ
യേശു പറഞ്ഞ ഉത്തരം മഹാപുരോഹിതന് ചേവകൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ അവൻ മഹാപുരോഹിതനോട് ഇങ്ങനെ ഇതുവരെ സംസാരിച്ചത് കേട്ടിട്ടില്ലായിരിക്കാം. നമുക്കറിയാം, പൗലോസിനെ പിടിക്കുമ്പോൾ പൗലോസും മഹാപുരോഹിതനോട് സംസാരിക്കുമ്പോൾ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസോടെ പറയുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത്. എന്നാൽ യേശു ഇവിടെ അറിഞ്ഞില്ല എന്നല്ല പറയുന്നത്. യേശു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഇവനെ കന്നത്തടിച്ചപ്പോൾ യേശു തിരിഞ്ഞു ചോദിച്ചു, ഒന്നടിച്ചു. യേശു അവനോട് ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്കും, അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? നീ എന്നെ തല്ലുന്നു? ഞാൻ ദോഷമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മഹാബലിയുടെ കാര്യത്തിൽ പോലെ സംസാരിച്ചത്, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ രഹസ്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ആരോട് വേണമെങ്കിൽ ചോദിച്ചു കൊള്ളുക എന്നുള്ള രീതിയിലാണ് യേശുവോട് സംസാരിച്ചത്. പക്ഷേ ചേവകന് അത് ഇഷ്ടപ്പെട്ടില്ല. ശിക്ഷതാവായിരിക്കുന്ന ദൈവത്തിന്റെ കന്നത്ത് സൃഷ്ടി ആഞ്ഞടിച്ചു. പക്ഷേ യേശു അവനോട് ചോദിച്ചു, അല്ലെങ്കിൽ നീ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ ചോദ്യം വാസ്തവത്തിൽ ഹന്നാവാണ് ചോദിക്കേണ്ടത്. എന്തിനാണ് എന്നെ നീ തല്ലിയതെന്ന് ഹന്നാവാൻ ചോദിക്കേണ്ടത്. അല്ലാതെ യേശുവോട് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. യേശുവിനറിയാം അവിടെ അവരാരും ചോദിക്കത്തില്ല, അറിയാം. കാരണം ഇതിന്റെ അധികാരമാണ് അവിടെ നിറവേറുന്നത്. നമ്മളിവിടെ ചോദിക്കും, എന്റെ ചേട്ട തൊന്നടിച്ചാൽ മറ്റേ ചേടും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവിന്റെ കന്നത്തടിച്ചപ്പോൾ യേശു ചോദിച്ചില്ലേ എന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ടാകും. അപ്പൊ ഇവിടെ കർത്താവിന്റെ പഠിപ്പിച്ചത്, എന്റെ കന്നത്ത് ഇടത്തെ ചേട് അടിക്കുന്നവന് വലത്തെ ചേടും കാണിച്ചു കൊടുക്കുക എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ട് യേശുവിനെ അടിച്ചപ്പോൾ യേശു എന്തുകൊണ്ട് അടിച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചല്ലോ എന്നുള്ള ഇവിടെ സംശയമുണ്ടാകും. അതെ, നിശ്ചയമായിട്ടും അതെ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നടിച്ചാൽ അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മറ്റേതും കൂടെ കാണിച്ചു കൊടുത്ത് പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ടോളണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ക്ഷമയുണ്ടാകണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഒരു കന്നത്തടിച്ചാൽ മറ്റേതുകൂടെ കാണിച്ചു കൊടുത്ത് നീ ക്ഷമയുള്ളവനായി വിഷയമുണ്ടാക്കാതെ രക്ഷപ്പെട്ടു ആണ് കർത്താവ്. ഇവിടെ ഈ ലോകത്ത് അത് അത്യാവശ്യമാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കല്ലെന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അടിബഹളവും വഴക്കുകളുമാണ്. കർത്താവ് ശിശുമാരെ പറഞ്ഞു, ഒരുത്തൻ അടിച്ചാൽ മറിയൂടെ കാണിച്ചു കൊടുത്ത് നീ ആ വിഷയം പരിഹരിച്ച് അവിടെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പ്രശ്ന സങ്കീർണമാണ്. ഇത് മനസ്സിലായ കാര്യം. അവർക്ക് ബുദ്ധിമുട്ടിച്ചു. ഇവിടെ കർത്താവ് ചോദിച്ചത്, കർത്താവ് അറിയാം അവനവിടെ തകർക്കപ്പെടാൻ പോവുകയാണ്. അവിടെ അവന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് കൊണ്ടാണ് പറഞ്ഞത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, യേശു നമ്മളെ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം അത് ക്ഷമയും സഹിഷ്ണുതയും പഠിപ്പിക്കുകയാണ് ചെയ്തത്. കർത്താവ് ജോലി ചെയ്തിട്ട് വെച്ചാൽ മറിയോട് കാണിച്ചു കൊടുത്ത് നീ അവിടെ വാദിക്കാനും പിടിക്കാനൊന്നും പോകണ്ട, ഇന്നത്തെ ലോകമാ, മിണ്ടാതിരിക്കുന്നത് നല്ലത്, രക്ഷപ്പെട്ടുകൊള്ളണം എന്നുള്ള രീതിയിലാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആവശ്യകത എല്ലാ കാര്യം ഇടപെട്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ചെട്ടത്തടിച്ചാൽ മറ്റേതോടെ കാണിച്ചു കൊടുത്ത് നീ ആ വിഷയം പരിഹരിച്ച് ആ സമാധാനം ഉണ്ടാക്കി സ്വസ്ഥതയോടെ ജീവിച്ചോളാം കർത്താവ് പറഞ്ഞു. ഇവിടെ കർത്താവ് ചോദിച്ചത്, അവിടെ കർത്താവിനെ അറിയാം, അവിടെ യേശുവിനെ തല്ലിയപ്പോൾ കർത്താവിനെ പ്രതികരിച്ചു, പറഞ്ഞു, സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ തല്ലുന്നതെന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞ് കിട്ടപ്പെട്ടവനായി മതപുരിതനായ കയ്യാപ്പാന്റെ അടുക്കൽ അയച്ചു. ഇത്രയും ഭാഗം നടക്കുന്നത് ഹന്നാവിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് യേശു വിസ്തരിക്കപ്പെടുന്നതാണ്. അന്നത്തെ മഹാപുരോഹിതന്റെ അമ്മായിപ്പനായിരിക്കുന്ന ഹന്നാവ് യേശുവിനെ ചോദിച്ചിട്ട് അവനൊന്ന് കിട്ടിയില്ല. അന്ന് അവന്റെ മുമ്പിൽ വെച്ച് യേശു ആദ്യത്തെ അടി കൊടുക്കുവാനിടയാക്കി. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നമ്മുടെ കർത്താവ് പിന്നീട് തുറന്നിട്ടില്ല. അവൻ അടിക്കപ്പെട്ടവനായി, തർക്കപ്പെട്ടവനായി ഏൽപ്പിക്കപ്പെട്ടവിടെ എത്തും. യേശു കർത്താവ് അടിക്കപ്പെട്ടവനായി അവിടെ അവന്റെ കന്നത്തടിച്ച് അവൻ അത് ചോദിച്ചു, എന്തിനാണ് ഇന്ന് തല്ലുന്നത്? പക്ഷേ കന്നാവിന് അന്നത്തെ മഹാബലിന് ഒരു ഉത്തരം പോലും അവിടെ പറയാനില്ലായിരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്ന പോലും ഒന്നും പറയാനില്ലാതെ, യേശുവിനോട് ചോദിച്ചിട്ട് അവനൊന്നും മനസ്സിലാകാതെ യേശുവിനെ കട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യാപ്പാവിന്റെ അടുക്കൽ അയച്ചു. കന്നാവ് നോക്കിയപ്പോൾ അവൻ വിസ്തരിച്ചിട്ട് അവന്റെ കുറ്റം കണ്ടെത്താൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഈ കന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയതെങ്കിൽ, അന്ന് പാരമ്പര്യമുള്ള, പരിചയമുള്ള, അല്ലെങ്കിൽ ന്യായം വിധിപ്പാൻ കഴിവുള്ള കന്നാവിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തവനായി അവൻ വിസ്തരിച്ചിട്ട് ഒന്നും കഴിയാതെ, ഒരു കാരണമില്ലാതെ യേശുവിനെ അവന്റെ ചേവകർ അവന്റെ കന്നത്തടിച്ചപ്പോൾ
യേശു പറഞ്ഞു തെളിവ് കൊടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവിടെ നിന്നപ്പോൾ ഹന്നാവിന് മനസ്സിലായി ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവനെ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യപ്പാവിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഇങ്ങനെ യേശു ക്രിസ്തു ശിമോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്നവൻ മറുത്തു പറഞ്ഞു. മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവന്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞ ഉടനെ കൂടി. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം തള്ളി പറയുന്ന ഭാഗം പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്തത്. യേശുവിനെ പിടിക്കപ്പെട്ടവനായി ഖന്നാവിന്റെ അടുക്കൽ നിന്ന് കയ്യാപ്പാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പായി യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറയുകയാണ്. മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതെടുത്തവന്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ ഞാൻ നിന്നെ അവനോട് കൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പത്രോസ് മനസ്സിലായി പിടിക്കപ്പെടും, രക്ഷയില്ല എന്ന് മനസ്സിലായി. കാരണം ഇവൻ വാളുകൊണ്ട് വെട്ടി കാത് അറുത്തതാ. പക്ഷെ യേശു ചെയ്ത അത്ഭുതം അടയാളം ഈ കണ്ടവനാ കൂടെ വന്നിരിക്കുന്നത്. പക്ഷെ അവർക്ക് അന്നൊരു അതൊന്നും വലിയ കാര്യമല്ല. പറഞ്ഞു കൊടുത്തു, നീ അത് മറന്നുപോയോ? നീ അവനോട് കൂടി ഉള്ളതല്ലേ? മറ്റൊരു ഭാഗത്ത് കാണുന്ന ഉച്ചാരണമൊക്കെ ശരിയാ, നീ ഗലീലക്കാരനല്ലേ എന്ന് ചോദിച്ച് അവനെ ചോദിക്കുന്നതൊക്കെ മറുഭാഗത്ത് പറഞ്ഞു. പക്ഷെ ഇവിടെ ഏതായാലും ഈ ശിമോൻ പത്രോസ് അറിയത്തില്ല, ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം തള്ളി പറയുന്നതിനെ കുറിച്ചുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് യേശുവിനെ പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാപ്പാവിന്റെ അടുക്കൽ നിന്ന് ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ ഖന്നാവിന്റെയും കയ്യാപ്പാവിന്റെയും വീട് അടുത്തെടുത്താണ്. അപ്പോ അത് അടുത്തെടുത്തായപ്പോൾ ഈ പത്രോസ് ചെയ്യേണ്ടതായിരിക്കുന്ന യേശു പറഞ്ഞതനുസരിച്ചുള്ള 3 പ്രാവശ്യം തള്ളിപ്പറയേണ്ടത് തള്ളിപ്പറഞ്ഞു. അത് ഖന്നാവിന്റെയും കയ്യാപ്പാവിന്റെയും ആ ഭവനത്തിലുള്ള ബന്ധത്തിലാണ് ഈ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. പുലർച്ചയ്ക്ക് രാവിലെ സമയമായപ്പോൾ അവർ യേശുവിനെ കയ്യാപ്പാവിന്റെ അടുക്കൽ നിന്ന് ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. കയ്യാപ്പാവിന്റെ അടുക്കൽ കൊണ്ടുപോയി അവനെ വിസ്തരിച്ചു. അവിടുന്ന് ഒന്നും അവർ കണ്ടെത്താൻ കഴിയാവുന്നപ്പോൾ അവര് അടുക്കൽ നിന്ന് ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസക കഴിപ്പത്തക്കവണ്ണം ആ സ്ഥാനത്തിൽ കടന്നില്ല. അപ്പോൾ ഇവര് പെസകയുടെ അന്ന് വെളുപ്പിനെ തീരുന്നതിന് മുമ്പായി അത് കഴിപ്പാൻ വേണ്ടി അവർ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി ഏൽപ്പിച്ചെങ്കിലും ന്യായവിധി നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാതെ അവര് വെളിയിൽ കുറച്ച് നിൽക്കുകയാണ് ചെയ്തത്. ആ സ്ഥാനത്ത് അശുദ്ധമാകാതിരിക്കാൻ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസക കഴിപ്പാത്തക്കവണ്ണം ആ സ്ഥാനത്തിൽ കടന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറ്റവാളികളെ കുറ്റം വിധിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അശുദ്ധമാകാതിരിക്കാൻ, കാരണം റോമൻ ഗവൺമെന്റ് ഉള്ള സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അശുദ്ധമാകും. അതുകൊണ്ട് അവർക്ക് അവിടെ പ്രവേശിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ കന്നാവിന്റെയും കയ്യപ്പാവിന്റെ അടുക്കൽ കുഴപ്പമില്ല, കാരണം മഹാപുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഈ പീലാത്തോസ് എന്ന് പറയുമ്പോൾ അന്യജാതിക്കാരനാണ്. അവന്റെ അടുക്കൽ ചെന്നാൽ അവന്റെ ആസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവന്റെ സ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു അശുദ്ധരാകും. അതുകൊണ്ട് യഹൂദന്മാർ അവിടെ ഇവനെ ഏൽപ്പിച്ചിട്ട് ഇവർ വെളിയിൽ നിൽക്കുകയാണ് ചെയ്തത്. അവർ പെസക കഴിക്കാൻ തക്കവണ്ണം ആ സ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്ത് വന്നു. അപ്പൊ അവിടുന്ന് ഇവരകത്തോട്ട് കടക്കാതെ ഒരു വെളിയിൽ നിൽക്കുക. പീലാത്തോസ് അവരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങോട്ട് അകത്ത് കയറി അശുദ്ധനാകാൻ പാടില്ല. പീലാത്തോസ് വെളിയിൽ വന്നു. ആ സ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന അവിടെ കയറി കഴിഞ്ഞാൽ ഒരു അശുദ്ധരാകും. കാരണം ജാതീയ വിധി നടക്കുന്ന സ്ഥലത്തേക്ക് കഴിഞ്ഞാൽ അശുദ്ധരാകും. അതുകൊണ്ട് ഇവര് കഴിപ്പാൻ തക്കണം ആ സ്ഥാനത്ത് കടന്നില്ല. പീലാത്തോസോടെ അടുക്കൽ പുറത്തു പോന്നു. ഈ മനുഷ്യന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ സാധാരണ രീതിയിൽ അകത്ത് എന്ന് അവിടെയാണ് വിസ്തരിക്കേണ്ടത്. പക്ഷേ യഹൂദന്റെ നിയമങ്ങളും കാര്യങ്ങളും അറിയാവുന്ന പീലാത്തോസ് അവന്റെ ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അവൻ ന്യായം വിധിക്കേണ്ട സ്ഥലത്ത് നിന്ന് വെളിയിൽ വന്ന് അവരോട് ചോദിക്കുകയാണ് ചെയ്തത്. കുറ്റക്കാരനല്ലാഞ്ഞു എങ്കിൽ നിമിഷരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നെന്ന് ചോദിച്ചു. കുറ്റക്കാരനല്ലാഞ്ഞു എങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ല എന്നവൻ അവനോട് ഉത്തരം പറഞ്ഞു. മറ്റൊരു പറഞ്ഞില്ല, ഈ കുറ്റമൊന്നുമില്ലെങ്കിൽ ഇത്രയും പട്ടാളത്തെയും കൊണ്ടുപോയി ഇത്രയും ആൾക്കാരെയും കൊണ്ടുപോയി പിടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ശരിയല്ല, ഇത്രയും കുറ്റമില്ലാത്ത ഒരാളെ പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ 1000 പട്ടാളക്കാരെയും കൂട്ടി 10 സഹസാരികന്മാരും സേവകരും എല്ലാവരോടും കൂടി പോയി പിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചതിന്റെ പുറകിൽ ഉദ്ദേശമുണ്ട്, ഇവനെ കൊല്ലണം, അതിനപ്പുറമായിട്ടൊന്നും ഇവനെ ക്രൂശിക്കണം, അതാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. നീ ഇവിടെ കൂടുതൽ ചോദിക്കുമെന്ന് നീ കുറ്റക്കാരൻ ഈ മനുഷ്യനെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു ഇവർക്കൊന്നും പറയാനില്ല. ഈ ഹന്നാവും കയ്യപ്പാവും ചോദിച്ചിട്ട് കുറ്റവും തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ.
ഇവർക്ക് കൊണ്ടുപോയ ആൾക്കാർക്കും അറിയാം യേശു നേരെ കുറ്റമൊന്നും ബോധിപ്പിക്കാനില്ല. പീലാത്തോസിന് മുമ്പ് എന്ത് കുറ്റം പറയും എന്നാണ് അവർക്ക് ബോധിപ്പിക്കാനുള്ളത്? അവർക്ക് ബോധിപ്പിക്കാനൊന്നുമില്ല. അവർ പറഞ്ഞു, ഇവൻ കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങൾ ന്യായപ്രമാണം വിധിപ്പീൻ എന്ന് പറഞ്ഞ് അങ്ങനെ യഹൂദന്മാർ അവനോട് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് നിവൃത്തി വന്നു. രാത്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യഹൂദന്മാരുടെ നിയമപ്രകാരമാണെങ്കിൽ യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ യേശുവിനെ അങ്ങനെ കൊല്ലാനുള്ള ഒരു പ്രമാണം അവിടെ ഇല്ലായിരുന്നു. മഹാപുരോഹിതന്മാർക്ക് യേശുവിനെ ന്യായം വിധിച്ച് യേശുവിനെ കൊല്ലുവാനുള്ള അധികാരം ഇല്ലായിരുന്നു. ആ അധികാരം അന്ന് റോമൻ ഗവൺമെന്റ് നിഷിദ്ധമായതുകൊണ്ടാണ് അവർ പറഞ്ഞത് അങ്ങനെ ഒരു അധികാരം ഞങ്ങൾക്കില്ലല്ലോ. കാരണം യഹൂദന്മാരുടെ ഇഷ്ടത്തിനായിരുന്നു ഏൽപ്പിച്ചിരുന്നെങ്കിൽ, യഹൂദന്മാരുടെ നിയമത്തിനനുസരിച്ചാണ് യേശു മരിക്കേണ്ടിയിരുന്നെങ്കിൽ ആ നിയമപ്രകാരം യേശുവിനെ വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യുള്ളൂ. സ്തെഫാനസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അതാണ് ചെയ്തത്. പക്ഷെ എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വിധി കൽപ്പിക്കുവാൻ അവർ പറഞ്ഞു, കൊണ്ടുപോയി ഞങ്ങൾ ന്യായപ്രമാണം വിധിപ്പിനെന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. പറയാണ്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഇവര് അങ്ങനെ ആ രീതിയിലേക്ക് വന്നാൽ സ്തെഫാനസിനെ കല്ലുന്ന സമയത്ത് അവിടെ നിയമപ്രകാരം അവര് കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്തു. പക്ഷെ ഇവിടെ അതിന് ദൈവം സമ്മതിച്ചു കൊടുത്തില്ല. യേശുവിനെ യഹൂദന്മാരുടെ ഇതനുസരിച്ച് ഇവര് ഭയപ്പെട്ടു. യേശുവിനെ അങ്ങനെ കല്ലെറിഞ്ഞു കൊന്നു കഴിഞ്ഞാൽ അതിന് ഇവർ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മഹാപുരോഹിതന്മാരും ഇവനെ കൊണ്ടുപോയ ആൾക്കാരെല്ലാം അവർക്കറിയാം അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലാൻ സാധിക്കത്തില്ല യേശുവിനെ. കാരണം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മരണശിക്ഷയ്ക്ക് വിധിക്കണം, പക്ഷേ അതിനുള്ള അധികാരം ഞങ്ങൾക്കില്ല, അത് നിനക്ക് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം റോമൻ ഗവൺമെന്റിന്റെ അതനുസരിച്ചുള്ള അന്നത്തെ നിയമമനുസരിച്ച് മരത്തിന്മേൽ യേശു തൂക്കപ്പെടണമെന്നുള്ളത് പഴയ നിയമത്തിന്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെടണമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവനെ കൊല്ലാൻ പ്രമാണമുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് വിധിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് റോമൻ ഗവൺമെന്റ് നിയമം അനുസരിച്ചുള്ള ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തി വേണം യേശുവിനെ കൊല്ലുവാൻ. ഇവൻ രാജാവാണെന്നുള്ള രീതിയിൽ ഇടപെട്ടു എന്നുള്ള രീതിയിൽ മതപരമായിട്ടുള്ള കുറ്റമല്ല ചുമത്തുന്നത്, അതിനേക്കാളപ്പുറമായി രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇവനെ ക്രൂശിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അന്ന് കൂടിയ ആൾക്കാരെല്ലാം കൂടി തീരുമാനിച്ച് പീലാത്തോസ് പറഞ്ഞത്, ഞങ്ങളുടെ ന്യായപ്രമാണപ്രകാരം ഇവനെ വിധിച്ചാൽ നമുക്കറിയാമല്ലോ, അങ്ങനെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുകയാണ് പ്രമാണമെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്വർഗം ചെയ്ത പദ്ധതിയാണ്. ഇപ്പൊ പറയാണ്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിനെതിനാൽ നിവൃത്തി വന്നു. ഏത് വിധം എന്നറിയാമോ? മോശ പിതൃസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന വചനം നിവൃത്തിയിരിക്കപ്പെടണമെങ്കിൽ യഹൂദന്റെ പ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊന്നാൽ പോരാ, രാത്രിയിൽ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നിവൃത്തിപഥത്തിലേക്ക് സൗഭാഗ്യം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, മോശ പിതൃസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. കാരണം സർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കാൻ പോകുന്ന ഏത് മനുഷ്യനും ആ പിതൃസർപ്പത്തെ നോക്കി അന്ന് പാളയത്തിൽ ജീവൻ പ്രാപിച്ചെങ്കിൽ മനുഷ്യൻ സാധാനിക പാമ്പായിരിക്കുന്നവന്റെ കടിയേറ്റ് അവൻ മരണത്തിന് വിധിക്കപ്പെട്ടവനായി അവൻ മരിക്കത്തക്കതായി മരണത്തിലേക്ക് പോകുമ്പോൾ ഏത് മനുഷ്യനും സാധാനിക പാമ്പായിരിക്കുന്ന ആ വിഷത്തിന്റെ കടിയേറ്റവരായിരിക്കുമ്പോൾ രാത്രിയിൽ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട യേശു ക്രിസ്തുവിലേക്ക് നോക്കി നാം ജീവൻ പ്രാപിപ്പാൻ ഇടയാറ്റുന്നു. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും പാപത്തിന്റെ പിടിയിലായിരിക്കുന്നെങ്കിൽ, നീ പാപം മുഖാന്തരമുള്ള മരണത്തിൽ ആയിരിക്കുന്നെങ്കിൽ അതിന് രക്ഷപ്പെടുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് നസനായിരിക്കുന്ന യേശുവിലേക്ക് നോക്കുക എന്നുള്ളതാണ്. മനുഷ്യ പാപത്തിന് വേണ്ടി ശാപമായി
അവൻ മരത്തിൽ തൂക്കപ്പെടുവാൻ ഇടയാറ്റുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, അതെ, ഞാനും നിങ്ങളും യേശുവിലേക്ക് നോക്കിയത് കൊണ്ടാണ് ജീവൻ പ്രാപിക്കുവാൻ ഇടയാറ്റുന്നത്. നമുക്കെപ്പോഴും അവന്റെ മുഖത്തേക്ക് നോക്കാം. ആ ജീവന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കട്ടെ, അത് അത്യധികമായി നമ്മളിൽ പകരപ്പെടട്ടെ. നാം അവന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് രാത്രിയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി തേജസ് പ്രാപിക്കുവാൻ, അതെ, എല്ലാ ദിവസവും അവന്റെ മുഖം അന്വേഷിപ്പാൻ ദൈവം തന്ന പദവിക്കായി സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ പാപം മാറും. നമുക്ക് രാത്രി പറയാം, കർത്താവേ, അങ്ങ് അന്ന് ഉയർത്തപ്പെട്ടതുകൊണ്ട്, അങ്ങ് മരത്തിന്മേൽ തൂക്കപ്പെട്ടതുകൊണ്ട്, മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് കർത്താവ് പെടഞ്ഞു മരിച്ചതുകൊണ്ട് അങ്ങയിൽ നോക്കി ജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾക്കിടയാറ്റുന്ന ദിവസങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ദൈവജനം വിളിച്ചു പറയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവാൻ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഘോഷിക്കപ്പെടുകയാണ്. അതിനുവേണ്ടിയാണ് യേശു ഉയർത്തപ്പെട്ടത്. ന്യായപ്രമാണപ്രകാരമായിരുന്നെങ്കിൽ സ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നതുപോലെ കല്ലെറിഞ്ഞു കൊല്ലണമായിരുന്നു. എന്നാൽ യേശുവിന്റെ മരണം അത് റോമൻ ഗവൺമെന്റിന്റെ നിയമപ്രകാരം മരിക്കേണ്ടതായതുകൊണ്ട് സർവവശത്തിനു വേണ്ടി യേശു കൈകാലുകളെ വിരിച്ച് അവൻ കാൽവറിയിൽ യാഗമായി തീർന്നത് അവങ്കിലേക്ക് നോക്കി പാപത്തിന്റെ കടിയേറ്റ് മരണത്തിലകപ്പെട്ട മനുഷ്യൻ രക്ഷപ്പെടുവാൻ വേണ്ടിയ രാത്രിയിൽ കുഞ്ഞാന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പറയാം, കർത്താവിനെ തകർക്കപ്പെട്ടത്, അടിക്കപ്പെട്ടത്, അവസാന തുള്ളി രക്തം വരെ ചിന്തപ്പെട്ട് ആ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലുമില്ലാതെ ആ ക്രൂശിന്മേൽ കടന്നത് എന്നെ വിടുവിക്കാൻ വേണ്ടിയ എല്ലാ കരങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് അവന്റെ ക്രൂശിലേക്ക് നോക്കി പറയാം, നീ അന്ന് വികൃതമായി തീർന്നത് എന്നെ സൗന്ദര്യപൂർണനാക്കി തീർക്കുവാൻ വേണ്ടിയ, അന്ന് നിന്റെ രക്തം മുഴുവൻ ഊറ്റിത്തന്നത് എന്നെ ജീവൻ നൽകുവാൻ വേണ്ടിയ. കുഞ്ഞാടി, നിനക്ക് മഹത്വം. നിരാത്രി കരമുയർത്തി സ്തോത്രം ചെയ്തുകൊണ്ട് നാം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി ജീവൻ പ്രാപിക്കാം. അനേകർ ഈ സന്ദേശം കേട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവങ്കിലേക്ക് നോക്കി ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ളവർ സകല ഭൂസീമാവാസികളും യേശുവിനെ നോക്കുന്ന ദിവസങ്ങളായി തീരുവാൻ, അത് എല്ലാ ദിവസവും രാത്രിയൊന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിലേക്ക് നോക്കി ജീവൻ പ്രാപിപ്പാൻ ഇടയാകട്ടെ എന്ന സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ വിരാമപ്പെടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.